മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബിയേ, ഹൽ മിൻ അലമിൻ തുഅറഫു ബിഹി സ്സാഅ, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് അറിയപ്പെടുന്ന വല്ല അടയാളങ്ങളുണ്ടോ നബിയേ? ഹൽ മിൻ അലമിൻ തുഅറഫു ബിഹി സ്സാഅ, അന്ത്യനാൾ എപ്പോഴാണെന്ന് അറിയുന്ന വല്ല അടയാളങ്ങളും വല്ല സൂചനകളും ഉണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നഅം ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദേ, അതെ, ഇന്ന മിൻ അലാമിസ് സാഅതി വഅശ്റാതിഹാ അൻ തകൂനൽ വലദു ഗൈളാ, വാശി പിടിക്കുന്ന ദുർവാശിക്കാരായ മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കൾ ഉണ്ടാകുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഒരു മാതാപിതാക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. ഇന്ന് പല വഅലുകളിലും എവിടെ പോയാലും എല്ലാവരും വഅല് പറയാൻ പറയുന്നത് എന്താ പറയാ, എല്ലാ സ്ഥലത്ത് പോയാലും നമ്മൾ വിഷയം കൊടുക്കുന്നതിന് പകരം സംഘാടകരാണ് വിഷയം കൊടുക്കുന്നതെങ്കിൽ, ഒന്ന് സൈബർ ലോകം, രണ്ട് യുവാക്കളും ധാർമ്മിക ബോധവും, എല്ലാവർക്കും പറയാനുള്ളത് ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെ നന്നായിട്ട് പറയണം. ഇത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളും പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്തെങ്കിലും മാറ്റം ഉണ്ടാ? ഇനിയൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. മാതാപിതാക്കൾ അങ്ങോട്ട് നന്നായിട്ട് പറയണം. ചെറുപ്പക്കാരൊന്നും പറയുന്നില്ല. നന്നായി മാതാപിതാക്കളെ പറയാം, എന്നാ നന്നായിക്കോളും, നാടും നന്നാവും, എല്ലാം നന്നാവും. മാതാപിതാക്കളെ പറയാൻ തുടങ്ങിയ ഈ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളൊക്കെ പറയുന്നത് നിർത്തി നന്നായി കൊടുക്കേണ്ട രീതിയിൽ മാതാപിതാക്കൾക്ക് നല്ല 4 ഇടി കൊടുത്താൽ എല്ലാം ശരിയാവും, പ്രശ്നങ്ങളൊക്കെ ശരിയാവും. അടിക്കാൻ കഴിയുന്ന നല്ല അടി കൊടുക്കണം, മക്കൾക്കല്ല കൊടുക്കേണ്ട മാതാപിതാക്കൾക്കാണ്. സ്വന്തം മക്കളെ നിയന്ത്രിക്കാനും സ്വന്തം മക്കളെ നിയന്ത്രണത്തിൽ ഇസ്ലാം വരച്ച ആ ഒരു ബൗണ്ടറിയുടെ ആ ഒരു നിയന്ത്രണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ല. അതിന് കഴിയോ? മക്കളെ നോക്കാൻ കഴിയുമെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. മക്കളെ നോക്കാൻ കഴിയുമെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കല്യാണം വരെ കഴിക്കരുത്. ഉസ്താദുമാരെ കൊണ്ട് ചെറുപ്പക്കാരെയും കുറെ ചെറുപ്പക്കാരികളും പറയിപ്പിച്ചിട്ട് ഇവിടെ എന്താ ഉണ്ടായത്? ഇത് നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾക്ക് ശ്രമിക്കുന്നു എന്നുവെച്ചാൽ ഞാൻ വലിയ മലക്കായത് കൊണ്ടോ ഞാൻ വലിയ നല്ല ആളായത് കൊണ്ടോ എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നമ്മളുടെ ഭാഗത്ത് അധ്വാനം വേണം, നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നന്നാവാൻ. ഇസ്ലാം എന്ന് പറയുന്നത് മുഴുവനും ദിക്റിലാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇസ്ലാം എന്ന് പറയുന്നത് മുഴുവനും ദിക്റിലാണ്. ദിക്റില്ലാത്ത മേഖലകൾ ഇസ്ലാമിലില്ല എന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാക്കാം. ഇസ്ലാമിന്റെ ഓരോ മൂവ്മെന്റ്സും ഓരോ നീക്കുപോക്കുകളും ദിക്റിൽ അധിഷ്ഠിതമായതാണ്. ദിക്റില്ലാത്ത മേഖലകൾ ഇസ്ലാമിലില്ല. ഇനി ഒരു മനുഷ്യൻ ദിക്റില്ലാതെ നീങ്ങുകയാണെങ്കിൽ അവർ അല്ലാഹുവിൽ നിന്ന് അകലെയാണ്, അവന്റെ കൂട്ടുകാരായി പിശാചുക്കൾ ഉണ്ടാകും. പിന്നെ അവരെങ്ങനെ നന്നാവും? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ, ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ, അവർക്ക് ഞാൻ നൽകുന്നത് വളരെ ഭാരമേറിയ കുടുസുള്ള ജീവിതമാണ്, ടെൻഷൻ നിറഞ്ഞ ജീവിതമാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. വമൻ അഅറള, മാറി നിന്നാൽ, അവഗണിച്ചാൽ, അൻ ദിക്രി, എന്റെ ദിക്റിൽ നിന്ന് മാറി നിന്നാൽ. എന്താണ് എന്റെ ദിക്ർ എന്ന് ഞാൻ ശേഷം പറഞ്ഞത്. ഈ എന്റെ ദിക്ർ എന്ന് പറഞ്ഞില്ലേ, എന്റെ ദിക്റിൽ നിന്നൊരാൾ മാറി നിന്നാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താ? ഫഇന്ന ലഹു മഈശതൻ ളൻകാ, കൺജസ്റ്റഡ് ആയ ജീവിതം, കുടുസായ ജീവിതം. ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, മക്കളെ ഓർത്ത് എപ്പോഴും ടെൻഷൻ.
പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും, എന്നാൽ മക്കളെ കൊണ്ടൊരു സ്വസ്ഥത കിട്ടൂല. കല്യാണം കഴിച്ച ഭാര്യയെ കൊണ്ടൊരു ടെൻഷൻ കിട്ടൂല. ബിസിനസ് തുടങ്ങിയ സ്റ്റാഫിനെ കൊണ്ടൊരു സുഖം കിട്ടൂല. ജീവിതം മുഴുവനും ടെൻഷൻ, ആകെ ഒരു ഇടുങ്ങിയതുപോലെ, എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തുന്നത് പോലെ, എല്ലാവരും നമ്മളിൽ നകലുന്നത് പോലെ, എന്തോ ഒരു വീർപ്പുമുട്ടി ജീവിക്കേണ്ടി വരുമെന്നാ പറഞ്ഞത്. എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് ഈ രീതിയിലുള്ള കുടുസായ ജീവിതം ഞാൻ നൽകുമെന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അത് മാത്രാണോ? വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അവരെ ഞാൻ നാളെ മഹ്ശറ ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത് അന്ധന്മാരായിട്ടാണ് എന്നാണ് പറഞ്ഞത്. കണ്ണുപൊട്ടന്മാരായിട്ടാണ്. മഹ്ശറയിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് കണ്ണ് കാണാതെ പോകേണ്ടി വരും മഹ്ശറയിലേക്ക് എത്തുമ്പോൾ. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അവര് ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ, അല്ലാഹുവേ എന്തിനാണ് എന്നെ കണ്ണ് പൊട്ടനാക്കിയത്, എന്തിനാണ് എന്നെ അന്ധനാക്കിയത്? വഖദ് കുന്തു ബസീറാ, എനിക്ക് നീ കാഴ്ച ശക്തി തന്നിട്ടുണ്ടല്ലോ ദുനിയാവിൽ കണ്ണിന് കാഴ്ച ശക്തി തന്ന നീ എന്തേ എന്നെ കണ്ണ് പൊട്ടനാക്കി അന്ധനാക്കി മാറ്റിയത് എന്ന് അല്ലാഹുവിനോട് മഹ്ശറയിൽ വെച്ച് അവർ ചോദിക്കുമെന്നാണ്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, നിനക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് വന്നിട്ടില്ലയോ, വഅലുകൾ ഒരുപാട് കേട്ടിട്ടില്ലയോ? എത്രയോ വഅലുകൾ കേട്ടിട്ടുണ്ട്. എത്രയോ ഖുർആൻ നീ ഓതിയിട്ടുണ്ട്, ഖുർആൻ ക്ലാസുകൾ നീ കേട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ നീ കണ്ണ് ചിമ്മിയില്ലേ? അതൊക്കെ കണ്ണ് ചിമ്മി കാണാത്തതുപോലെ നടന്നില്ലേ? ഫനസീതഹാ, നീ മറന്നില്ലേ? ദുനിയാവിൽ ഇവിടെ നിനക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല. അറിയാതെ ഒരാൾ തെറ്റ് ചെയ്താൽ ഓക്കെ, അല്ലാഹു ശിക്ഷിക്കൂല. അറിയാതെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ പഠിച്ചും ശിക്ഷിക്കൂല. എന്നാ അറിഞ്ഞിട്ടും ഒരാൾ തെറ്റ് ചെയ്താൽ അല്ലാഹു വെറുതെ വിടൂലല്ലോ. നിനക്കറിയാഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നീ അറിഞ്ഞിട്ടും കണ്ണ് ചിമ്മിയില്ലേ? അറിയാത്തതുപോലെ നീ നടന്നില്ലേ? നസീതഹാ, നീ മറന്നില്ലേ? അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്നെ ഞാൻ മറക്കുകയാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്താ ഈ വമൻ അഅറദ അൻ ദിക്രി എന്ന് പറഞ്ഞത് എന്താ? ഇനി നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാമിൽ എല്ലാ സ്ഥലത്തും ദിക്റുകൾ കാണാൻ കഴിയുന്നു. എപ്പോ തുടങ്ങും ഈ ദിക്ർ? എപ്പോ തുടങ്ങും? നിങ്ങൾ നോക്കിക്കോളൂ. ഇസ്ലാമിൽ ദിക്റില്ലാത്ത ഒരു മേഖല നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചോ. ഒരു കുട്ടി എങ്ങനെ ഉണ്ടാവാം? കുട്ടി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാതെ ഇവിടെ കുട്ടികൾ കുറെ ഉണ്ടാവുന്നുണ്ട്. കല്യാണം കഴിക്കാതെ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. കൗമാരക്കാരികളിൽ ഒരുപാട് ആളുകൾ ഗർഭിണികളാകുന്നുണ്ട്. മാതാപിതാക്കൾ പോലും അറിയാതെ അവർ അബോർഷൻ നടത്തുന്നുണ്ട്. മനസ്സിലായോ? സ്വന്തം മാതാപിതാക്കൾ അറിയാതെ വീട്ടിലെ നമ്മുടെ മക്കൾ ഗർഭിണികളാകുന്നുണ്ട്. മെൻസ്ട്രേഷൻ നിന്നപ്പോ അവർക്ക് ഒരാഴ്ച ഡിലേ ആകുമ്പോ ശാരീരികമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാലോ എന്തുകൊണ്ട് ഡിലേ ആയിന്ന്. അല്ലാത്ത ഒരു ഹോസ്പിറ്റൽ ആണിക്കും, അല്ലാത്ത ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാലോ എന്തുകൊണ്ട് ഇത് ഡിലേ ആയിന്ന്. അപ്പോ ഇത് എനിക്ക് പിടിച്ചിട്ടുണ്ട്, ഇനി ഗുളിക കഴിക്കാതെ വഴിയില്ല എന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കൾ അറിയാതെ ഗുളികകൾ കഴിച്ച് അബോർഷൻ നടത്തുന്ന ആളുകളുണ്ട്. അഥവാ സ്വന്തം വീട്ടിലുള്ള ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അറിയുന്നില്ല വീട്ടിലുള്ള പെൺമക്കൾ ഗർഭിണികളാകുന്നത്, അബോർഷൻ നടത്തുന്നത് അറിയുന്നില്ല. എന്നോട് ഒരു പ്രസക്തനായ ഒരു ഡോക്ടർ പറഞ്ഞൊരു വിഷയമാണ്, കല്യാണം കഴിക്കാത്ത വിദ്യാർത്ഥിനികളൊക്കെ അബോർഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, വ്യാധിൽ പറയണമെന്ന്. സ്പെഷ്യൽ ക്ലാസ്സിനാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ഞായറാഴ്ചയും പോകുന്നില്ലേ? രാവിലെ ബാഗ് എടുത്തിട്ട് പോകുന്നില്ലേ? തിരിച്ചു വരുന്നത് എപ്പോഴാ? വൈകുന്നേരം 5 മണിക്കാണ്. എല്ലാരും കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. എല്ലാരും മേലെ ചുമത്തണ്ട. കുറച്ച് ആളുകൾ രാവിലെ പോകും, ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറയും. ഉമ്മ സ്കൂളിൽ വിളിച്ചു നോക്കിയിട്ടുണ്ടാവില്ല, ഏത് വിഷയം മോളെ ഇന്ന് ഏത് വിഷയ സ്പെഷ്യൽ ക്ലാസ്, ഏത് ടീച്ചർ എടുക്കുന്നത്, ആ നമ്പർ ഒന്ന് തന്നെ മാഷിന്റെ, ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. നമ്പർ കൊടുത്തു, മാഷിനെ വിളിച്ചു. സ്കൂളുണ്ടോ? ഇല്ലല്ലോ, ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. പിടിച്ച് ഉള്ളിലേക്ക് വിളിച്ചിടും. നേരെ മറിച്ച് വിളിച്ചില്ലെങ്കിലോ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും. ക്ലാസ്സിലേക്കൊന്നും എത്തൂല. വേറെ എവിടെയെങ്കിലും വെള്ളരിക്കുണ്ട്, ഇവിടെ അടുത്ത അവിടെ എന്തും കൊണ്ട് പാർക്കൊന്നും ഉണ്ടോ? ചെമ്പല്ലിക്കുണ്ട്, വെള്ളരിക്കുണ്ട്,
എന്തൊക്കെയുണ്ട് കുറെ പാർക്കുകളും ബീച്ചിലൊക്കെ. റമദാൻ മാസത്തിൽ പോലും ബീച്ചുകളിൽ മുസ്ലിം പെൺകുട്ടികളൊക്കെ പോകാറുണ്ട്. ആരെ കണ്ടവന്റെ കൂടെ റമദാൻ മാസത്തിൽ അവർക്ക് ഇറങ്ങുന്നത് സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടാണ്. ഇനി സ്പെഷ്യൽ ക്ലാസ് തന്നെ വേണമെന്നില്ല. എല്ലാ ദിവസവും 5 ദിവസം സ്കൂൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം കട്ടാക്കിയാൽ മതി. ഒരു ദിവസം കട്ട് ചെയ്യും. ഒരു ബുധനാഴ്ച പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. വൈകുന്നേരം കൃത്യം വീട്ടിലേക്ക് എത്തും. ഉമ്മ വിചാരിച്ചു പെണ്ണ് സ്കൂളിലൊക്കെ പോയി വന്നതാണ്. പിറ്റേ ദിവസം അധ്യാപകൻ ചോദിക്കും, ക്ലാസ് ടീച്ചർ ചോദിക്കും എന്താ ഇന്നലെ വരാത്തത്? അതെന്റെ ഉമ്മ മരിച്ചു എന്ന് പറയും. ഉമ്മ മരിച്ചു പറഞ്ഞാൽ കുറച്ച് ഓവറെ പവൻ പിടിക്കും. അതുകൊണ്ട് കുറച്ച് ഉപ്പുപ്പ മരിച്ചെന്നോ അല്ലെങ്കിൽ തലവേദന പല്ല് വേദന എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കും. ഇങ്ങനെ സ്ഥിരം ഇടക്കിടക്ക് ലീവാക്കും. നേരെ മറിച്ച് ഈ വീട്ടിലുള്ള രക്ഷിതാക്കൾക്ക് ഈ കുട്ടിയെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ, സ്കൂളിലുള്ള അധ്യാപകരുമായി ബന്ധമുണ്ടെങ്കിൽ, സ്കൂളിലേക്ക് വരാതിരിക്കുമ്പോൾ അധ്യാപകർ ആദ്യം വിളിക്കുക രക്ഷിതാക്കൾക്ക്, നിങ്ങളെ മോള് വന്നിട്ടില്ലല്ലോ, ബന്ധമുണ്ടെങ്കിൽ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, അപ്പൊ ഇവിടെ എത്തി, അപ്പൊ നിങ്ങൾ അന്വേഷിച്ചു, അപ്പൊ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും. ഇത് ഒരു ബന്ധവുമില്ല സ്കൂളായിട്ട്, ഒരു ബന്ധവുമില്ല അധ്യാപകരായിട്ട്. ഇങ്ങനെ കന്നുകാലികളെ വിടുന്ന പോലെ വിടന്നെ. രാവിലെ വിടാ വൈകുന്നേരം വരാ, രാവിലെ വിടാ വൈകുന്നേരം വരാ. ഇനി സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വിടാം. പെരുന്നാളിന് പോലും സ്പെഷ്യൽ ക്ലാസ് എടുത്ത് ബാഗ് എടുത്ത് ഇറങ്ങുന്ന ആളുകളാണ്. പെരുന്നാളിന് പോലും നിങ്ങൾ റോഡിൽ ഒന്ന് ഇറങ്ങി നോക്ക്, റോഡിൽ ഇറങ്ങി നോക്ക്. രാവിലെ 6 മണി മുതൽ ഉണ്ടാവും ബാഗും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ റോഡിലുണ്ടാവും ബാഗും പിടിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും. അതിൽ സെക്കൻഡ് സാറ്റർഡേ ഉണ്ടാവും, സൺഡേ ഉണ്ടാവും. ഇനി വെക്കേഷൻ വരെയാണ്, മെയ് ജൂൺ ഏപ്രിൽ മെയ് മാസത്തിൽ ആ സമയത്തുണ്ടാവും. അപ്പൊ സ്കൂൾ ലീവ് കിട്ടിയില്ലേ അത് ചോദിക്കരുത്. സ്കൂളൊക്കെ ലീവ് ഇട്ടിട്ടുണ്ട്. കുട്ടികളൊന്നും ബാഗും യൂണിഫോമും അല്ലാതെ കേട്ടിട്ടൊന്നും പുറത്തന്നെ. നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എന്ത് സ്പെഷ്യൽ ക്ലാസ്? ഇത്രയൊക്കെ സ്പെഷ്യൽ ക്ലാസ്സിൽ പോയിട്ട് എന്താ ഉണ്ടായത്? എത്ര ഐഎസുകാരുണ്ടായി കാസർഗോഡ്? എത്ര ഐഎസുകാരുണ്ടായി? ഒന്നുണ്ടോ? ഇങ്ങനെ സ്പെഷ്യൽ ക്ലാസ് SSLCയും +2 എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് സൺഡേയും ഞായറാഴ്ചയും രാത്രിയും പോയിട്ട് എന്തുണ്ടാവാനാ? കഴിഞ്ഞ കാഞ്ഞങ്ങാട് ടൗണിൽ ഒരാഴ്ച മുമ്പ് രാത്രി 8:30 മണിക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി +2 എന്നറിയില്ല, ഏതായാലും സെന്റ് ഓഫിന്റെ കുട്ടികളാണ്, അടിച്ച് പൊളിക്കാൻ. ആൺകുട്ടികളും പെൺകുട്ടികളും 8:30 മണിക്കൊക്കെ ഇങ്ങനെ കാഞ്ഞങ്ങാട് ടൗണിൽ അടിച്ച് പൊളിക്കാൻ. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു വെച്ചാല് ഉപ്പാനെ പേടിയില്ല, തന്നെ മാതാപിതാക്കള് പേടിയില്ല. മാതാപിതാക്കള് പേടിയുള്ള ഒരു കുഞ്ഞു മോനും അതിന് നിൽക്കൂല. സ്കൂള് കഴിഞ്ഞാ വേഗം വീട്ടിലെത്തും. സ്പെഷ്യൽ ക്ലാസ് ഇല്ലെങ്കിൽ കളവ് പറഞ്ഞിട്ട് പോവില്ല. പിടിച്ചാ എന്റെ ഉപ്പ വിടൂല, പിടിച്ചാ എന്റെ ഉമ്മ വിടൂല എന്നുള്ള പേടി ഉണ്ടാവും. പേടിയില്ലേ? പിടിച്ചാലൊന്നും ചെയ്യൂല, പിടിച്ചാലൊന്നും. ഇനി അധ്യാപകന് 4 പൊട്ടിച്ചു എന്ന് വിചാരിക്കാം. അധ്യാപകന് 4 പൊട്ടിച്ചു. ജനങ്ങളും കേരളവും കാസർഗോഡും എല്ലാവരും ഞെട്ടും. അധ്യാപകനും ശിക്ഷനെ അടിച്ചോ? പക്ഷെ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ത് പേടി അയാൾക്ക്? മാതാപിതാക്കൾ വന്നിട്ട് അധ്യാപകനോട് തിരിച്ചു ദേഷ്യപ്പെടാൻ, നീ ആരുടെ എന്റെ മകനെ പിടിക്കാൻ, എന്റെ മകനെ ദേഷ്യപ്പെടാൻ, എന്റെ മകനെ അടിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞിട്ട് അധ്യാപകനോട് വീട്ടിലുള്ള രക്ഷിതാക്കൾ ചൂടായാലോ? പിന്നെ ധൈര്യമായില്ലേ? പിന്നെ അധ്യാപകന് മാത്രമാണോ? അച്ഛമ്മന് അടിക്കൂലേ, ഉസ്താദിന് അടിക്കൂലേ, ഖത്തീബിന് അടിക്കൂലേ? വീട്ടിൽ നിന്ന് ധൈര്യം ഉണ്ടെങ്കിൽ. അപ്പൊ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വീട്ടിലാണ്, വീട്ടിലുള്ള കാര്യങ്ങളാണ്. മാതാപിതാക്കൾക്ക് ആണത്തം എത്രത്തോളുണ്ട്, ദീനീബോധം എത്രത്തോളുണ്ട്, അതിനനുസരിച്ച് മക്കളിൽ മാറ്റം ഉണ്ടാവും. അവരെന്നെ തെമ്മാടികളായി പോയാൽ മക്കൾ തെത്തമ്മാടികളാവും. അവരെക്കാൾ ഡബിൾ സ്ട്രോങ് ഉള്ള തെമ്മാടികളായിട്ട് മാറും. അപ്പൊ ആദ്യം വാലോറിഞ്ഞു കൊടുക്കൊണ്ടൊക്കെ മാതാപിതാക്കൾക്കാണ്. ഒരല്പം ബോധം കല്യാണം കഴിക്കുന്ന ആണുങ്ങൾക്കും വേണം, പെണ്ണുങ്ങൾക്കും വേണം. എന്റെ മക്കൾ സാലിഹ്യങ്ങളാകണം എന്നുള്ള ബോധം അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പൊ ദിക്ർ എപ്പോഴായി തുടങ്ങുക? എപ്പോഴാ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത്? എപ്പോഴാ? ഒരാണും പെണ്ണും കല്യാണം കഴിക്കുമ്പോഴാണ്. ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് വൈവാഹിക ജീവിതത്തിലൂടെ ഉണ്ടാവുക. അപ്പൊ കല്യാണം കഴിക്കുമ്പോഴല്ല ദിക്ർ തുടങ്ങുന്നത്. ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിനു മുമ്പേ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ആര്? മക്കള് സ്വാലിഹീങ്ങളാകണം എന്നാഗ്രഹിക്കുന്നവർ. ഏതാണ് ആ ദിക്ർ? ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അല്ലാഹുവേ, ഒരു 18 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ SSLC പഠിക്കാണ്. 15 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ SSLC പഠിക്കാണ്. അവനും ഈ ദുആ ചെയ്യണം. അവന് കല്യാണമൊന്നും ആയിട്ടില്ല, ഭാര്യ ആയിട്ടില്ല, കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. പക്ഷെ അവനും ദുആ ചെയ്യണം. 15 വയസ്സായിട്ടുള്ളൂ. അല്ലാഹുവേ, കൺകുളിർമയുള്ള ഭാര്യ എനിക്ക് നീ തരണേ അല്ലാ, കൺകുളിർമയുള്ള മക്കളെ നീ എനിക്ക് തരണേ അല്ലാ എന്ന് 15 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യണം. കല്യാണം കഴിഞ്ഞാൽ നിർത്താൻ പാടുണ്ടോ? ഇല്ല.
കല്യാണം കഴിഞ്ഞാലും ആ പ്രാർത്ഥന തുടരണം. മക്കളുണ്ടായ നിർത്താൻ പാടുണ്ടോ? ഇല്ല. മക്കളുണ്ടായാലും ആ പ്രാർത്ഥന തുടരണം, മരണം വരെ തുടരണം. കല്യാണം കഴിയാത്തവർ ആണാണെങ്കിൽ അല്ലാഹുവേ എനിക്ക് നല്ലൊരു ദീനീബോധമുള്ള ഇണയെ തരണമെന്നാണ്. കല്യാണം കഴിഞ്ഞാൽ അല്ലാഹുവേ എന്റെ ഭാര്യയെ ദീനീബോധമുള്ള ഭാര്യയാക്കണേ എന്നാണ്. മക്കളുണ്ടായാൽ അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളാക്കണമെന്നാണ്. മക്കളില്ലെങ്കിൽ സ്വാലിഹായ മക്കളെ തരണമെന്നാണ്. മരണം വരെ ദുആ ചെയ്യണം. അഥവാ പ്രായപൂർത്തിയെത്തിയ ഒരാൾ ഓരോ നിസ്കാര ശേഷവും ചെല്ലേണ്ട ഒരു ദിക്റാണ്, ഒരു ദുആ ആണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما. ഒരു പെണ്ണാണെങ്കിലോ അല്ലാഹുവേ എനിക്ക് നീ നല്ലൊരു ഭർത്താവിനെ തരണം, ദീനുള്ള ഭർത്താവിനെ. കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണ് ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവേ എനിക്ക് തന്ന ഭർത്താവിനെ ദീനുള്ള ഭർത്താവാക്കണേ എന്നാണ്. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പാണെങ്കിൽ സ്വാലിഹായ മക്കളെ തരണമെന്നാണ്. മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണമെന്നാണ്. ഈ ഒരു ദിക്റാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഇത് കല്യാണം കഴിയുന്നതിന് മുമ്പ് നാം കുടുംബജീവിതത്തിൽ ഇങ്ങനെ പോവാൻ, കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള ഒരു ദിക്റാണ്. ഇനി നമ്മൾക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് വരാം. കല്യാണ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ തീരുമാനമായി, അങ്ങനെ പെണ്ണ് കാണാൻ പോയി. പെണ്ണിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിക്കാഹാണ് ആദ്യമായൊരു ദാമ്പത്യ ജീവിതത്തിലെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് നിക്കാഹാണ്. ആ നിക്കാഹ് തന്നെ തുടങ്ങുന്നത് ദിക്റിലൂടെയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അല്ലാഹുവിന്റെ കരാറിൽ നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരികയാണ്. കൂടെ നിർത്തുമ്പോൾ മാന്യമായി അന്തസ്സോടുകൂടി നിർത്തണം. കഴിയില്ലേ മാന്യമായി അവളെ പിരിച്ചുവിടണം എന്ന വാക്കോടുകൂടി, എന്ന കരാറോടുകൂടിയാണ് നിനക്ക് ഞാൻ കെട്ടിച്ചു തരുന്നത്. ഞാൻ എന്റെ മകളെ കെട്ടിച്ചു തന്നു. ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഉപ്പ മകളെ ഏൽപ്പിച്ചു ഭർത്താവിന്റെ കയ്യിൽ. ഇതുവരെ ഭർത്താവും പെണ്ണും ബന്ധം തുടങ്ങിയിട്ടില്ല. ആ നിക്കാഹോടുകൂടി ബന്ധം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് തന്റെ ജീവിത സഖിയെ കാണാൻ വേണ്ടി മുറിയിലേക്ക് പോവാൻ. കല്യാണ ദിവസം എല്ലാവരും മാറി നിന്നു. എന്നിട്ട് ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഡോറ് തുറന്നു തന്നു. ചില ആളുകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണിന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാണ്. എല്ലാവരും അല്ല, ചില ആളുകൾ എത്രയോ വട്ടം അങ്ങനെ നിന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഇതൊരു ഇംപ്രസ് ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല, അവർക്കൊരു അനുഭവം ഉണ്ടാവില്ല. ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ, ആദ്യമായിട്ട് ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു പറയലുണ്ടാകും, തൊടാനൊരു പേടി ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ടൈം ആണെങ്കിൽ. ഇതൊക്കെ നിരന്തരം സ്കൂളിലൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് എന്ത് പേടി, അവർക്കൊരു ഒരു പുത്തിരിയല്ല. ഞാനിത് ഇത്ര കണ്ടതാണ് അവരുടെ മനസ്സിലുണ്ടാവും. പെണ്ണിനും അങ്ങനെ, ആണിനും അങ്ങനെ. അപ്പൊ നല്ലൊരു മനുഷ്യനും നല്ലൊരു ആണും നല്ലൊരു പെണ്ണും ഇതുവരെ അന്യപുരുഷന്റെ കൂടെ കണ്ടിട്ടില്ല, പോയിട്ടില്ല, നടന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പ്രണയിച്ചിട്ടൊന്നുമില്ല, തൊട്ടിട്ടുമില്ല, അങ്ങനെ ഒരു ആളാണെങ്കിൽ ആദ്യമായി രണ്ടുപേരും മുറിയിലേക്ക് കിടക്കണം. ആദ്യമായിട്ട് കാണുമ്പോ തന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കലോ ഉമ്മ വെക്കലോ ഒന്നും അല്ല. ആദ്യം കാണുമ്പോ ഒരു ദിക്റാണ് അല്ലാഹു പഠിപ്പിച്ചത്. ആദ്യം ഫസ്റ്റ് സൈറ്റ് നമ്മുടെ ജീവിത സഖിയെ ആദ്യമായിട്ട് നമ്മൾക്ക് കിട്ടാൻ. അപ്പൊ ഫസ്റ്റ് സൈറ്റിൽ തന്നെ നീ തുടങ്ങേണ്ടത് ദിക്റിലൂടെയാണ്. അവളുടെ തലയിൽ നീ കൈവക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ വ ഖൈറ മാ ജബൽത അലൈഹാ. അല്ലാഹുവേ ഈ പെണ്ണ് അഥവാ എന്റെ ജീവിത സഖി, അവളുടെ എല്ലാ ഖൈറും നീ എനിക്ക് തരണേ അല്ലാഹ്. ഈ പെണ്ണിൽ എന്തൊക്കെ ഖൈറുണ്ടോ അതൊക്കെ നീ എനിക്ക് തരണം റബ്ബേ. ഈ പെണ്ണിൽ വല്ല ഷർറുമുണ്ടോ ആ ഷർറിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. ആദ്യമായി ഒരു പെണ്ണിനെ കാണുമ്പോൾ ചെല്ലേണ്ട ദിക്റാണിത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണിത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി. അത് മറ്റൊരു ഹദീസാണ്.
അതേപോലെ വഖൈറ മാ ജബൽത അലൈഹാ വഅഊദു ബിക മിൻ ശദ്ദിഹാ വശദ്ദി മാ ജബൽത അലൈഹി അല്ലാഹ് ജുബിലത അലൈഹി. അങ്ങനെ കുറെ റിപ്പോർട്ട് ഉണ്ട് ആ വിഷയത്തിൽ. ഏതായാലും ഒരു റിപ്പോർട്ട് പ്രകാരം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജബൽതഹാ അലൈഹി, അല്ലാഹുവേ അവളുടെ ഖൈർ ഞാൻ ചോദിക്കുകയാണ്, അവളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഖൈറും നീ എനിക്ക് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ശർറഹാ വഅഊദു ബിക മിൻ ശദ്ദിഹാ, അവളുടെ എല്ലാ ശർറിൽ നിന്നും നീ എന്നെ കാക്കണേ അല്ലാഹ്. വമിൻ ശദ്ദി മാ ജബൽതഹാ അലൈഹി, അവളിൽ നിന്നുണ്ടാകാൻ പോകുന്ന ശർറിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. ഫസ്റ്റ് സൈറ്റിൽ ഒരു പെണ്ണിനെ കണ്ടിട്ട് തലയിൽ വെച്ച് പറയേണ്ടത് ദിക്റാണ്. അവളുടെ ശർറിൽ നിന്ന് കാക്കണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇങ്ങനെ മൂടും കറുപ്പിച്ച് നിൽക്കൂല. ഇതൊക്കെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ചൊല്ലിയിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു 4-5-6 മാസമാകുമ്പോ ഇങ്ങനെ കുറുമ്പും കാട്ടി എപ്പോഴും പിണക്കായിട്ട് എപ്പോഴും പരാതിയായിട്ട് എപ്പോഴും പരിഭവങ്ങളെ വീട്ടിൽ പോകാനേ താല്പര്യമില്ല. എപ്പോ നോക്കിയാലും ഈ പെണ്ണ് കിരികിരി കൂണുണ്ടാവും, ഒരു സ്വസ്ഥത തരൂല. എന്ത് കണ്ടാലും കുറവല്ലാതെ പെണ്ണിന് കാണാനുണ്ട്. അങ്ങനെ ഭൂരിഭാഗം അങ്ങനെയാണ്. കുറച്ചേ ഉള്ളൂ നല്ലത്. അറിഞ്ഞിടത്തോളം മനസ്സിലാക്കിയിടത്തോളം ബഹുഭൂരിഭാഗം ഈ സ്വഭാവക്കാരാണ്. ഒരു 25% നല്ല ടീമുള്ളൂ. ഒരു അച്ചടക്കത്തോടെ ഒരു മര്യാദയോടൊക്കെയുള്ള കുറച്ചെണ്ണുള്ളൂ. ബാക്കിയൊക്കെ പുതിയാപ്പളമാരെ ചൊറാക്കുന്ന ടീം തന്നെയാണ്. അതിന് ആര് നിഷേധിച്ച ഞാൻ അറിഞ്ഞിടത്തോളം ബഹുഭൂരിഭാഗം സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയെടുത്തോളം. നമ്മളോട് കഥകൾ പറയുമല്ലോ എല്ലാവരും. കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ സംഭവങ്ങളും കഥകളൊക്കെ പറയുമല്ലോ. വീട്ടിൽ പോകാൻ തന്നെ താല്പര്യമില്ലാത്ത എത്രയോ പുതിയാപ്പളമാരുണ്ട്. എല്ലാവരും എന്താ കല്യാണം, എന്തൊരു താല്പര്യം കല്യാണം കഴിക്കുമ്പോ, എന്തൊരു ആവേശ കല്യാണം കഴിക്കുമ്പോ. പന്തലിന് ചെലവഴിക്കുന്നത് 10 ലക്ഷം, ഡ്രസ്സിന് ചെലവഴിക്കുന്നത് 5 ലക്ഷം, പൊന്ന് വാങ്ങി കൊടുക്കുന്നത് ഒരു 25 പവൻ മഹർ, എന്തൊക്കെ ആയിട്ടാ. എത്ര കൊടുത്താൽ എന്താ? 2-6 മാസം കഴിഞ്ഞാൽ എങ്ങനെ കുറുമ്പ് കാട്ടാനുള്ളതാ? ഇത്രയേ ഉള്ളൂ. ബഹുഭൂരിഭാഗം ഇങ്ങനെ തന്നെയാണ്. ഭർത്താവിന് ജീവിതത്തിൽ സ്വസ്ഥത നൽകുന്നത് അല്പം 10 ഉള്ളൂ. 100-ൽ 10 ഉള്ളൂ. ആ 10 ദീനുള്ളവരായിരിക്കും, ബാക്കി 90 ദീനില്ലാത്തവരായിരിക്കും. ദീനില്ലാത്തവർ മരണം വരെ സ്വസ്ഥത തരൂല്ല. ഇൻഷാ അല്ലാഹ് പക്ഷെ ഞാൻ പറയാതായാലും ആദ്യമായിട്ട് കാണുമ്പോൾ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയാൻ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. ആ ദിക്റിലൂടെ തുടങ്ങിയാൽ പിന്നെയുള്ളതിലെല്ലാം അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. തുടങ്ങേണ്ടത് അങ്ങനെയാണ്. നമ്മൾ അതിനു മുമ്പേ തുടങ്ങും. വാട്സപ്പ് ചാറ്റിങ്ങും വീഡിയോ കോളും കറങ്ങാൻ കൊണ്ടുപോലും ഒക്കെ മുമ്പേ തുടങ്ങുന്നത് തന്നെ തെറ്റാണ്. ഇങ്ങനെ കല്യാണം കഴിയാനുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചു നോക്ക്. ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നില്ല നോക്ക്. അല്ലാഹു തആല പറഞ്ഞു ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറഞ്ഞത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാനാണ് എന്ന് അല്ലാഹു ഖുർആൻ പറഞ്ഞില്ലേ. അതുപോലെ അനുഭവിക്കാൻ കഴിയും ഈ പറഞ്ഞ സ്റ്റൈലാണെങ്കിൽ. നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ തുടങ്ങും. എൻഗേജ്മെന്റ് കഴിയുന്നതിന് മുമ്പ് വേറെ 100 ഉണ്ടായിരുന്നു, വേറെ വിഷയമാണ്, അത് വേറെ ഉണ്ടായിരുന്നു. ഇനി എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പുതിയൊന്ന് കിട്ടിയെന്നുള്ളൂ, 101-ാമത്തേത്. ഇനി 101-ാമത്തെ കിട്ടുമ്പോ മറ്റുള്ള 100 വിടോ? അതില്ല, അത് വേറെ തന്നെ ഇവിടെ ഉണ്ടാവും, അത് വേറെ തന്നെ ഫോണിലുണ്ടാവും. അത് ഭാര്യ അറിയാതെ ഇങ്ങനെ കൊണ്ടു നടക്കും. ഭാര്യ പിടിച്ചാ പിന്നെ അതും പോയി, ജീവിതത്തിൽ സ്വസ്ഥത വീണ്ടും നഷ്ടപ്പെട്ടു. ഇങ്ങനെ നമ്മളിങ്ങനെ അള്ളാഹുവിന്റെ നേരെ വിപരീതമായി ജീവിച്ചു തുടങ്ങിയിട്ട് ദിക്റുമില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ ജീവിതത്തിൽ സമാധാനം അന്തസ്സൊക്കെ ഉണ്ടാവും? ഒന്നാമത്തെ ദിക്ർ, കുടുംബജീവിതം തുടങ്ങുന്നതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പെണ്ണിന്റെ തലയിൽ കൈവച്ച് ആദ്യമായൊരു പെണ്ണിനെ കാണുമ്പോൾ ദിക്റിലൂടെയാണ് ജീവിതം തന്നെ തുടങ്ങുന്നത്. اللهم إني أسألك خيرها وخير ما جبلتها عليه وأعوذ بك من شدها وشد ما جبلتها عليه. ഇത് ചൊല്ലിയിട്ടാണ് അന്ന് ഒരാൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ശേഷമുള്ള പ്രയാണങ്ങളിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്തും ചെയ്യാം, അയാൾ കെട്ടിപ്പിടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അന്ന് കഴിഞ്ഞു. അങ്ങനെ പുറത്തു വന്നു, പുതിയാപ്പിളയൊക്കെ വീട്ടിലെത്തി. രാത്രി ഇൻഷാ അല്ലാഹ് ആദ്യ രാത്രിക്ക് വേണ്ടി വീട്ടിലെത്തി, ഭാര്യയുടെ വീട്ടിലെത്തി. ഭക്ഷണമൊക്കെ കഴിച്ചു, മുറിയിൽ പോയിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? اللهم إني أعوذ بك اللهم جنبني الشيطان وجنب الشيطان ما رزقتنا. അല്ലാഹുവേ, പിശാചിന്റെ ശർറിൽ നിന്ന് എന്നെയും എന്റെ ഭാര്യയെയും നമ്മൾക്കുണ്ടാകുന്ന മക്കളെയും നീ കാക്കണേ എന്നാണ് ശാരീരികമായി ബന്ധപ്പെടുന്നതിനു മുമ്പേ ചെല്ലേണ്ട ദിക്ർ. അവിടെയും ദിക്റുണ്ട്. നിങ്ങൾ എവിടെ ദിക്ർ ഇല്ലാത്തത് പറ, ദിക്റില്ലാത്ത സ്ഥലം എവിടെന്ന് പറ. ദിക്ർ വളരെ പ്രധാനമാണ്. ഈ ദിക്ർ ഒഴിവാക്കുമ്പോഴാണ് മക്കളൊക്കെ തെമ്മാടികളായി പോകുന്നത്. ഈ ദിക്ർ ഒഴിവാക്കുമ്പോഴാണ് നമ്മുടെ മക്കളൊക്കെ തെമ്മാടികളായി പോകുന്നത്.
ഇസ്ലാം പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിന്റെ മാറ്റങ്ങൾ നിങ്ങളുടെ വീട്ടിലും കുടുംബങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തനാ. ഇതെന്തെയ്യുന്നറിയോ? കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൊക്കെ പരിചയത്തിലുള്ള ഉസ്താദന്മാരെ വിളിച്ചു ചോദിക്കും, ഉസ്താദെ ആ ദിക്റും നിങ്ങൾ പറഞ്ഞുതരോ, അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചരോ, എന്താ ഫസ്റ്റ് നൈറ്റിൽ പറയാനുള്ള ദിക്ർ? അങ്ങനെ ഒരു ദിക്ർ ഇല്ല കേട്ടോ, ഫസ്റ്റ് നൈറ്റിൽ പറയാനൊരു ദിക്റില്ല. ആദ്യം കാണുമ്പോ തലയിൽ വെച്ച് ചെല്ലാനൊരു ദിക്റുണ്ട്, ഫസ്റ്റ് നൈറ്റിൽ പറയാനൊരു ദിക്റൊന്നുമില്ല. ഈ ദിക്ർ നിങ്ങളുടെ മരണം വരെ ചെല്ലണം. സത്യത്തിൽ ഫസ്റ്റ് നൈറ്റിൽ ചെല്ലിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഫസ്റ്റ് നൈറ്റിൽ ബഹുഭൂരിഭാഗം ആളുകളും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഫസ്റ്റ് നൈറ്റിൽ ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചെല്ലേണ്ടത് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്താണ്. മക്കൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ്. അപ്പോ ഫസ്റ്റ് നൈറ്റ് ആയാലും ഇനി സെക്കൻഡ് നൈറ്റ് ആയാലും മരണം വരെ ഭാര്യയുടെ കൂടെ നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം. ആണും ചെല്ലണം, പെണ്ണും ചെല്ലണം. ദിക്റിലൂടെയാണ് തുടങ്ങേണ്ടത്. അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തനാ. ഒന്നാമത്തെ രാത്രി കഴിഞ്ഞു, രണ്ട് സംസാരിക്കുമ്പോഴേക്കും സുബഹിയായി. എത്ര പെട്ടെന്ന് സുബഹിയായി എന്നൊക്കെ ചോദിക്കും. സുബഹിയായി. ഏതായാലും രാവിലെ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം രാത്രി വീണ്ടും രാത്രി രണ്ടുപേരും ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ പെണ്ണും പറയണം ആണും പറയണം അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ. മധുവിധ ആഘോഷിക്കാൻ ഒരു മാസമൊക്കെ പിടിക്കുന്ന ആളുകളുണ്ട്. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും തമ്മിലൊന്ന് ആ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ കഴിയും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പൊ അതുവരെ ഇവര് ചെല്ലിയത് അവർക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല, പിശാചിന്റെ ഷറിൽ നിന്നൊക്കെ കാക്കും. പക്ഷേ അതിന്റെ ശരിക്കുള്ള എഫക്റ്റ് നിങ്ങൾ ഇത് ചെല്ലിയിട്ടാണ് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. അന്നത്തെ രാത്രി നിങ്ങൾക്ക് കുട്ടികളുണ്ടായാൽ ലം യദുർറഹു ഉമ്മുസ്ബിയാൻ, ആ കുട്ടിക്ക് പിശാചിന്റെ ശർറ് ഉണ്ടാവൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഫസ്റ്റ് നൈറ്റിലും ചൊല്ലി, ഒരാഴ്ച ചൊല്ലി, ആദ്യത്തെ ഒരാഴ്ച ചൊല്ലി, നിങ്ങൾക്ക് അല്ലാഹു മക്കൾ തരാൻ വിചാരിച്ച ആ രാത്രി നിങ്ങളത് ചൊല്ലിയില്ല. നിങ്ങൾ എല്ലാ രാത്രിയും ചെല്ലുന്നുണ്ട്, മക്കളെ തരാൻ അള്ളാഹു തീരുമാനിച്ച രാത്രി നിങ്ങൾക്ക് കട്ടകാലത്തിന് ചെല്ലാൻ ഇത് മറന്നു. ആണിനും മറന്നു, പെണ്ണിനും മറന്നു. അന്ന് കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് പൈശാചികമായ ശർറുണ്ടാകും. ആ കുട്ടിയെ നന്നാക്കാൻ കുറച്ച് പണിയുണ്ടാവും. ആ കുട്ടികൾ പറഞ്ഞാൽ കുറച്ച് മോട്ട് കാട്ടും, കുറച്ച് വാശി പിടിക്കുന്ന കുട്ടിയായിരിക്കും. വേല പറഞ്ഞാലും ഉപദേശമൊന്നും കേൾക്കൂല, മാതാപിതാക്കളൊന്നും അനുസരിക്കൂല. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം മറന്നിട്ട് അന്നത്തെ രാത്രി കുട്ടി ഉണ്ടായാൽ, ഇത് ചെല്ലാത്ത രാത്രിയാണെങ്കിൽ പൈശാചികമായ ശർറുണ്ടാവും. നമ്മുടെ ഒരു കുടുംബജീവിതത്തിൽ ഒരു മക്കൾ ഉണ്ടാവാനുള്ള തുടക്കമാണ് കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള ദുആയാണ് റബ്ബനാ ഹബ് ലനാ എന്നുള്ളത്. നല്ല ഇണയെ കിട്ടാനുള്ള ദുആ. നബി തങ്ങൾ പറഞ്ഞു, തഖയ്യറൂ ലിനുതഫിക്കും. കല്യാണം ചില ആളുകൾ കഴിക്കുന്നത് എന്തിനാണ്? സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. ബഹുഭൂരിഭാഗവും അങ്ങനെയാണ്. സൗന്ദര്യം നോക്കിയിട്ടാ ബഹുഭൂരിഭാഗം ആളുകളും കല്യാണം കഴിക്കണം. അതിന് കാരണം സ്കൂൾ വിടുന്ന സമയത്ത് ബൈക്കും ബുള്ളറ്റും കാറൊക്കെ എടുത്ത് പോകുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അടയാളം. പിന്നെ ടെക്സ്റ്റൈൽസിലും കല്യാണ മണ്ഡപങ്ങളിൽ വെച്ച് കാണുന്നത്, ബസ്സിൽ കാണുന്നത്, ഇതൊക്കെയാണ് ബഹുഭൂരിഭാഗം ആളുകൾക്കും പെണ്ണ് തിരഞ്ഞെടുക്കാനുള്ള വഴി. ഇതൊക്കെയാണ്. അതിന്റെ അർത്ഥം സൗന്ദര്യമാണ് പ്രധാനം. ചില ആളുകൾ തറവാട് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്. വലിയ മുതലാളിമാർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല. അവർക്ക് അവരെ പോലെ തന്നെ വലിയ കോടീശ്വരന്മാരാവണം. വലിയ മുതലാളിമാർ. ഇപ്പൊ അംബാനിന്റെ പെണ്ണിനൊന്നും നമ്മുടെ നാട്ടിലുള്ള ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കും? ഇനി ലോകസുന്ദരിയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ നാട്ടിൽ ലോകസുന്ദരി ഉണ്ടെന്ന് വിചാരിച്ചോ എന്റെ മോനൊന്ന് കല്യാണം കഴിക്കും? ഇല്ല. അവർക്ക് അവരുടെ ആ എക്കണോമിക്കൽ സാമ്പത്തികമായിട്ടുള്ള നിലവാരത്തിനനുസരിച്ചുള്ള ഒരു കുടുംബം വേണം. വലിയ വീട് വേണം, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളെ അവർ കഴിക്കുള്ളൂ. അപ്പൊ സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്. ചില തറവാട്ടുകാർ, അവർക്കും അതേപോലെ നല്ല സൗന്ദര്യമൊന്നും അവർക്ക് അത്ര മാതാപിതാക്കൾക്ക് ദഹിക്കൂല. ചില ആളുകൾ തറവാട് എന്ന് പറഞ്ഞിട്ട് മരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. തറവാട്ടുകാരെ പള്ളിന്റെ സെക്രട്ടറി ആവാൻ പാടുള്ളൂ, തറവാട്ടുകാരെ പ്രസിഡന്റ് ആവാൻ പാടുള്ളൂ, തറവാട്ടുകാരെ ഇവിടെ സ്കൂൾ നോക്കാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ തക്കവയുള്ള ആളാകേണ്ടത് തറവാട്ടാരൊന്നുമല്ല. തക്കവയുള്ള ആളാ പള്ളി നോക്കേണ്ടത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. എന്ത് തറവാട്ടുകാർക്ക് എന്തോ ഒക്കെയുള്ളത്? തറവാട്ടാരെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട് നാട്ടില്. അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. തറവാട്ടിന്റെ പേര് നാട്ടിൽ ഭിന്നിപ്പുണ്ടാവാറുണ്ട്, ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ തറവാടൊന്നുമല്ല. തറവാട്ടുകാരന് തക്കവയുണ്ടോ? സെലക്ട് ചെയ്യാൻ യോഗ്യനാണ്. തറവാട്ടുകാരന് തക്കവയില്ലേ? തറവാടില്ലാത്ത ഒരാൾക്ക് തക്കവയുണ്ടോ? അയാളെ തിരഞ്ഞെടുക്കേണ്ടത്. അല്ല, തറവാട് നോക്കിയിട്ടല്ല, തക്കവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അള്ളാഹു ബോധം നൽകട്ടെ.
അള്ളാഹു ബോധം നൽകട്ടെ. അപ്പൊ തറവാട്ടുകാര് നല്ല തറവാട് തന്നെ അവർക്ക് വേണം. അവരുടെ മകൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രണയിച്ചു, ആദ്യം നോക്കുന്നത് തറവാട് എങ്ങനെ പോരാ, തറവാടില്ല, അതുകൊണ്ട് വേണ്ട. അപ്പൊ തറവാട് നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. പിന്നെ ചില ആളുകൾ സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കും, ചില ആളുകൾ സമ്പത്ത് നോക്കും, ചില ആളുകൾ പെണ്ണിന്റെ ദീന് നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. തറവാടൊക്കെ ഉണ്ട്. അപ്പൊ അവരൊരു തറവാട് നോക്കി, അവർ കുറച്ച് മോഡേൺ ഫാമിലിയാണ്. ഇവരാണെങ്കിൽ നല്ല ഓർത്തഡോക്സ്, ഒരു പാരമ്പര്യമുള്ള പഴമയുള്ള പടച്ചോനെപ്പെടുന്ന ഒരു ടീമാണ്. അപ്പൊ അവര് പറയും നമുക്കത് വേണ്ട, വീട് ചെറുതായാലും കുഴപ്പമില്ല, കുടുംബം ചെറുതായാലും കുഴപ്പമില്ല, നല്ലൊരു ദീനുള്ള പെണ്ണിനെ നോക്കിയിട്ട് കല്യാണം കഴിക്കാമെന്ന്. അങ്ങനെ അവര് ദീനുള്ള കല്യാണം, ദീനുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കും. ആരുടെ കല്യാണമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തോടെ മരണം വരെ ജീവിക്കാൻ കഴിയുന്നത് ആർക്കാണ്? സമ്പത്ത് നോക്കിയവനും തറവാട് നോക്കിയവനും അതേപോലെ തന്നെ സൗന്ദര്യം നോക്കിയവനും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂല. തുടക്കകാലത്തൊക്കെ രസമുണ്ടാവും, പിന്നെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂല. എന്നാൽ ദീന് നോക്കി ഒരാള് കല്യാണം കഴിച്ചാൽ ആ പെണ്ണിങ്ങനെ കിരികിരിയാക്കാൻ നിൽക്കൂല, ആ പെണ്ണ് ഭർത്താവിനെ വിഷമിപ്പിക്കാൻ നിൽക്കൂല. ആ പെണ്ണ് മനസ്സിലാക്കുന്നത് എന്റെ ഭർത്താവിന്റെ വിഷമം എന്റെ വിഷമമാണ്, ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ എന്റെ ഭർത്താവിന് വിഷമമാവോ എന്നൊരു പേടി ഉണ്ടാവും. അത് പഠിക്കേണ്ടത് ഉമ്മു സുലൈം ബീവിയിൽ നിന്നാണ്. ഭർത്താവ് വരുമ്പോ മകൻ മരിച്ചിട്ടുണ്ട്, മകൻ മരണപ്പെട്ടിട്ട് ആ ഭർത്താവിനെ അറിയിക്കാതെ മറമാടുകയുണ്ടായി. എന്നിട്ട് ഭർത്താവ് വന്നിട്ട് വീട്ടിലെത്തുമ്പോ ഭർത്താവ് ചോദിച്ചു, എവിടെ നമ്മുടെ മകൻ, എവിടെ കുഞ്ഞെവിടെ? കുഞ്ഞു ഉഷാറിൽ ഉറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു, നല്ല ഭക്ഷണം കൊടുത്തു. ഭാര്യ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോ, ഗൾഫുകാർക്ക് എപ്പോഴും ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറയാറുണ്ട്. 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ അവർക്ക് ആദ്യ രാത്രി തന്നെയാണ്. നാട്ടിലെപ്പോഴും ഉണ്ടാകുമ്പോ ആദ്യ രാത്രി ഉണ്ടാവില്ല. ഗൾഫിൽ പോയിട്ട് വരുമ്പോ 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞാലും അവർക്കൊന്നും ആദ്യ രാത്രി തന്നെ, 50 വയസ്സായാലും ആദ്യ രാത്രി തന്നെയാണ്. അപ്പൊ ഭർത്താവ് ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഭർത്താവിന് ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിടണം എന്നുള്ള അതിയായ താല്പര്യം ഉണ്ടാവും. നല്ല തക്കവയുള്ള ഭർത്താക്കന്മാരാണെങ്കിലും വേറെ എവിടെയെങ്കിലും പോകുന്ന ആളുകൾക്ക് അതൊന്നും വിഷയമില്ല. നേരത്തെ പറഞ്ഞല്ലോ, തക്കവയുള്ള ഭർത്താക്കന്മാർക്കൊക്കെ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായി ഈ ഭാര്യയ്ക്ക് മനസ്സിലെ ഭർത്താവ് ദൂരെ നിന്ന് യാത്ര ചെയ്യാണല്ലോ, അപ്പൊ ഭർത്താവിന് ശാരീരികമായ താല്പര്യങ്ങൾ ഉണ്ടാവുന്ന ഉറപ്പാണ്. ഇനി ഞാൻ വന്ന ഉടനെ മകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ആകെ ഡെസ്പാവും. മകൻ മരിച്ച ദിവസം വന്നിട്ട് എങ്ങനെയാ ഭക്ഷണം കഴിക്കുക, എങ്ങനെ കിടപ്പറ പങ്കിടുക? അതുകൊണ്ട് അതൊന്നും പറയാതെ മറച്ചു വെച്ചു, നല്ല ഭക്ഷണം കൊടുത്തു, കിടപ്പറ പങ്കിട്ടിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാര്യ പറഞ്ഞു, പിന്നെ ഒരാള് നിങ്ങളോട് എന്തെങ്കിലും ഒരു കടം വാങ്ങിയാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. കൊടുത്തില്ലെങ്കിലോ ഡിസംബർ 22-ാം തീയതി ഫെബ്രുവരി 22-ാം തീയതി തരാന്ന് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാണ്. നിങ്ങൾക്ക് തരാനുണ്ടെങ്കിലോ അഥവാ നിങ്ങളോട് 10,000 രൂപ ഇന്ന് തരാന്ന് പറഞ്ഞു തന്നില്ലെങ്കിലോ അക്രമിയാണ് അയാൾ. എങ്കിൽ അള്ളാഹു നമ്മൾക്ക് അതേപോലെ കടം തന്നതല്ലേ നമ്മുടെ മക്കളൊക്കെ? ആ കടം തന്ന ആൾ അള്ളാഹു തിരിച്ചു പിടിച്ചിരിക്കാൻ, കടം തിരിച്ച് അള്ളാഹു ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മ കൊടുക്കണ്ടേ? കൊടുക്കണം. അള്ളാഹുവിന് കൊടുത്തിരിക്കുകയാണ്, മകൻ പോയിരിക്കുകയാണ്. പഠിച്ചോനെ പുതിയാപ്പിളിക്ക് വലിയ വിഷമം. എന്താ വിഷമം എന്നറിയോ? ഞാൻ ഇങ്ങനെ മകൻ മരിച്ച ദിവസമാണല്ലോ ഇങ്ങനെയൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. നേരെ നബി തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് പരാതി പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ആ സ്വഭാവം, നിങ്ങളുടെ പെണ്ണിന്റെ ആ പെരുമാറ്റം. അള്ളാഹുവും ആകാശങ്ങളിലുള്ളവരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അള്ളാഹു തആല ബാറകല്ലാഹു ഫീ ലൈലതികുമാ, നിങ്ങളുടെ ആ രാത്രിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. അന്നത്തെ രാത്രിയിൽ അവർക്ക് അള്ളാഹു ഒരു കുട്ടിയെ നൽകി. ആ കുട്ടി ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതനായി മാറി. അബ്ദുല്ലാഹ് ഇബ്നു അബീ തുൽഹ റളിയല്ലാഹു അൻഹു. അപ്പൊ പടച്ചോനെ പേടിയുള്ള പെണ്ണുങ്ങൾ എപ്പോഴും നോക്കാം, എന്റെ ഭർത്താവിന് വിഷമം വരരുത്, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് പ്രയാസപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് സഹിച്ചാലും കുഴപ്പമില്ല, എന്റെ ഭർത്താവിന് വിഷമം ഉണ്ടാവരുതെന്നാണ് പടച്ചോനെ പേടിയുള്ള പെണ്ണുങ്ങളൊക്കെ വിചാരിക്കുക. അല്ലാത്തവർക്ക് എന്താ വിചാരിക്കുക? ഭർത്താവിന് ഇത് കുണ്ടിൽ വീണാലും കുഴപ്പമില്ല, ഞാൻ സുഖിക്കണം, എനിക്ക് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, ഞാൻ പറഞ്ഞതൊക്കെ ഇവിടെ വേണം, ഞാൻ പറഞ്ഞത് വാങ്ങിച്ചു തരണം, ഞാൻ പറഞ്ഞ പോലെ വീടെടുക്കണം, ഞാൻ പറഞ്ഞ വണ്ടി എടുക്കണം, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തു തരണം, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഭർത്താവിന് കഴിയോ ഇല്ലേ, സമയമുണ്ടോ ഇല്ലേ, അതൊന്നും ഇവർക്ക് വിഷയമല്ല. ഇത് ദീനില്ലാത്ത പെൺകുട്ടികളുടെ സ്വഭാവമാണ്. അപ്പൊ ആർക്കാ ജീവിതത്തിൽ സുഖം ഉണ്ടാവുക? ദീനുള്ളവർക്കേ സുഖം ഉണ്ടാവുള്ളൂ.
അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ദീനുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള കാരണം അതാണ്. അവർക്കാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വിവാഹം കഴിക്കുവീൻ, ആ വിവാഹത്തിൽ നിങ്ങൾക്ക് സുഖമാണ്, സന്തോഷമാണ്, സമാധാനമാണ് ലഭിക്കുന്നത് എന്ന് അല്ലാഹു പറഞ്ഞത് ഈ രീതിയിലുള്ള അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണിലാണ്, ദീനീ ബോധമുള്ള പെണ്ണിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പൊ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ഏതായാലും പെട്ടത് പെട്ടു ഉസ്താദെ, ഇനി രണ്ടാമതൊന്ന് ദീനുള്ളതിനെ നോക്കട്ടെ എന്ന് ആലോചിക്കണ്ട. ഏതായാലും പെട്ടത് പെട്ടു, കുടുങ്ങി കഴിഞ്ഞു, കഴുത്തിലൊന്ന് വീണ് കഴിഞ്ഞു, ഇനി പുതിയതൊന്ന് ദീനുള്ളത് നോക്കട്ടെ എന്ന് വിചാരിച്ചാല് ഈ പഴയത് ദീനുള്ളതാവില്ലല്ലോ. പുതിയത് കെട്ടിയെന്ന് പറഞ്ഞിട്ട് പുതിയത് കെട്ടിയെന്ന് വിചാരിച്ച് പഴയതിന് അതിന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും അത് രണ്ടും കൂടി ചൊറയാണ്. രണ്ടാമത് കെട്ടിയ ബഹുഭൂരിഭാഗം ആളുകൾ പെട്ട ചരിത്രം ഞാൻ അറിഞ്ഞെടുത്തോളൂ. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് കെട്ടിയ ആളുകൾ ബഹുഭൂരിഭാഗം ആളുകളും, നിങ്ങൾ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തല്ല, പ്രോത്സാഹിപ്പിക്കല്ല, കെട്ടിയ ആളുകളൊക്കെ ബഹുഭൂരിഭാഗം ആളുകൾ പെട്ട ചരിത്രം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകിയ ഭാര്യമാരെ തന്നെ പടച്ചവനോട് ദുആ ചെയ്യുക, പടച്ചവൻ എന്ന് ദീനി ബോധമുള്ളാക്കി തന്ന റബ്ബേ, പടച്ചവനോട് കരഞ്ഞ് ദുആ ചെയ്യുക, ഒന്ന് നീ ദീനി ബോധമുള്ള പെണ്ണാക്കി തന്ന റബ്ബേ, സഹിച്ചിട്ട് മടുത്തുപോയി, അങ്ങനെ ദുആ ചെയ്താൽ മതി. നിങ്ങൾ കുറെ ചിരിക്കണ്ടൊന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് ഭാര്യമാരും കുറെ അനുഭവിക്കുന്നുണ്ടാവും, മനസ്സിലായോ? നിങ്ങൾ വരെ ചിരിക്കും, ഭാര്യമാരെ പറയും അങ്ങനെ വേണമെന്നൊക്കെ വിചാരിക്കണ്ട, നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങളെ കൊണ്ടിട്ട് ഇതേപോലെ മടുത്തിട്ടുണ്ടാവും. പടച്ചോനെ ഒന്ന് ഈ പുതിയാപ്പിളനെ അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയേനു എന്ന് ആഗ്രഹിക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ടാവും. ഇയാളെ കൊണ്ട് കല്യാണം കഴിച്ചത് മുതൽ ഞാൻ പെടാൻ തുടങ്ങിയതാണ്, കല്യാണം കഴിച്ചത് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാണെന്നൊക്കെ എത്ര പെണ്ണുങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും ഇവിടെ. അപ്പൊ അതുകൊണ്ട് രണ്ടാളും, പെണ്ണായാലും ആണായാലും, ജീവിതത്തിലെ ലക്ഷ്യം ദുആ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടതൊക്കെ പടച്ചോനെ പേടിയുള്ള ഒരു ഇണ എനിക്ക് തരണമെന്നാണ്. അങ്ങനെ ഇണയെ കിട്ടി, തലയിൽ കൈവച്ചു, രാത്രി കിടന്നുറങ്ങുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനിശ് ശൈത്വാന മാ റസഖ്തന എന്ന് പറഞ്ഞു. അതിൽ നിന്ന് കുട്ടിയുണ്ടായി. ആ കുട്ടി ജനിക്കാൻ പോവുകയാണ്. കുട്ടി ജനിച്ച ഉടനെ ദിക്റുണ്ട്. ഞാൻ പറയുന്നത് ദിക്റാണല്ലോ. കുട്ടി ജനിച്ച ഉടനെ ദിക്റുണ്ട്. എന്താ കുട്ടി ജനിച്ച ഉടനുള്ള ദിക്റ്? കുട്ടിയുടെ വലത് ചെവിയിൽ അല്ലാഹു അക്ബർ, വേറെ ഒരു സംസാരം പോലും കേൾക്കാൻ പാടില്ല, വേറെ ഒന്നും മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്യാതെ കുട്ടി ജനിച്ച ഉടനെ കുട്ടിയുടെ വലത് ചെവിയിൽ അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റ് ചൊല്ലി കൊടുക്കണം. ഫസ്റ്റ് കേൾക്കുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. ഇനി ലാസ്റ്റ് മരണപ്പെടുന്നത് അതുപോലെയാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് തുടക്കവും ഒടുക്കൊക്കെ ദിക്ർ തന്നെയാണ്. ഒന്നാമത്തെ ആദ്യത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. എന്നിട്ടൊരു ദുആ കൂടി, അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്നെയും എന്റെ ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ, ഈ കുഞ്ഞിന്റെ സന്തതികളെ, അഥവാ എനിക്ക് വരാനിരിക്കുന്ന തലമുറയെ പിശാചിന്റെ ശർറിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞ് ചെവിയിൽ ഊതണമെന്നാണ്. വലത് ചെവിയിൽ ഊതണം. ഇതൊക്കെ തുടക്കത്തിലുള്ള കാര്യങ്ങളാണ്, ദിക്റുകളാണ്. അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്റെ ഈ സന്താനത്തെയും സന്താന പരമ്പരയെയും പിശാചിന്റെ ശർറിൽ നിന്ന് നീ കാക്കണം അല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്ത് ചെവിയിലേക്ക് ഓതി ഊതണമെന്നാണ്. അത് ഓതി ഊതിയാൽ ആ മക്കൾ ജീവിതത്തിൽ വ്യഭിചരിക്കൂല എന്നാണ്, ആ മക്കൾ ഒളിച്ചോടൂല എന്നാണ്, ആ മക്കൾ പ്രണയിക്കൂല എന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഇആനത്തു താലിബീനിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വലതു ശബീൽ ഇത് ഓതി ഊതണമെന്നാണ്. അപ്പൊ ദിക്റ് ബന്ധം മനസ്സിലായില്ലേ? ദിക്റിന്റെ ബന്ധം മനസ്സിലായില്ലേ? എവിടെയെങ്കിലും ദിക്റ് ഒഴിവാക്കാനുണ്ടോ? ഇല്ല. ഇനി കുട്ടി ജനിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞു. ഇനി കുട്ടി ആദ്യം സംസാരിക്കേണ്ടത് എന്താ? അതും ദിക്റാണ്. കുട്ടി എന്താ ആദ്യം സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മകനെ ആദ്യമായി ആദ്യത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. കുട്ടി ആദ്യം സംസാരിക്കേണ്ടത് ഉപ്പ എന്നല്ല, ഉമ്മ, ഉമ്മച്ചി എന്നോ ഉപ്പച്ചി എന്നൊന്നുമല്ല. ആദ്യം സംസാരിക്കേണ്ടത് എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. സ്വർഗത്തിലെത്തുന്നതാണ് ആദ്യം കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് സംസാരിച്ചാൽ.
ഇത് സംസാരിച്ചിട്ടുണ്ട് ആര്? ഞാൻ നേരത്തെ ഒരു ഉമ്മയെ പറഞ്ഞില്ലേ, ഭർത്താവിന്റെ തൃപ്തി ആഗ്രഹിച്ച ഒരു പെണ്ണിനെ പറഞ്ഞില്ലേ, ആരാ? അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, മകൻ മരിച്ചിട്ടും ഭർത്താവിനോട് പറയാതെ ഭർത്താവിനെ സുഖിപ്പിച്ച ഭാര്യ. ആ പെണ്ണിന്റെ, ആ ഭാര്യയുടെ മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ ആദ്യം സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. വേറൊന്നും സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇത് സംസാരിപ്പിക്കാൻ നമ്മൾ കഴിയും. മക്കളുടെ മുമ്പിൽ വേറെ ഒരു വർത്തമാനങ്ങൾ പാടില്ല, മക്കളുടെ മുമ്പിൽ വേറെ സംസാരം പാടില്ല. മക്കളോട് ഉപ്പ ഉമ്മ കണ്ണ് മൂക്ക് എന്നല്ല ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. മക്കളോട്, ചെറിയ മക്കളോട് പ്രസവിച്ചത് മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമേ ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് വന്ന ആളുകളൊക്കെ മക്കളുടെ മുമ്പിൽ പറയാൻ പാടുള്ളൂ. മക്കൾ കൂടുതൽ കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. കൂടുതൽ കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. തൊട്ടിലിൽ കിടത്തിട്ട് പാട്ട് പാടാൻ, താരാട്ട് പാടാൻ ലജ്ജാവതിയെ എന്നൊന്നും വെച്ചു കൊടുക്കണ്ട. അതേപോലെ തന്നെ മറ്റുള്ള പുതിയ പുതിയ പാട്ടുകൾ, ലജ്ജാവതി എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കണ്ട ഉസ്താദ് കുറെ വാഞ്ചനാണ്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മ മോഡേൺ തന്നെയാണ്, പുതിയ പാട്ട് അറിയാഞ്ഞിട്ടുമല്ല, വായിൽ വന്നൊരു പാട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിന്നെ തൊട്ടിൽ വെക്കുമ്പോ കുട്ടി ഇങ്ങനെ മൊബൈൽ ഫോൺ എടുത്ത് യൂട്യൂബ് എടുത്തിട്ട് പുതിയ എന്തെങ്കിലും പാട്ടുണ്ടോ നോക്കി എന്നിട്ട് അത് വെച്ചു കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യും? നല്ലൊരു താരാട്ട് പാട്ട് പാട്. എന്താ താരാട്ട് പാട്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ കുട്ടിയെ തൊട്ടിലാട്ടുന്നത്, കുട്ടിയെ മുലപ്പാല് നൽകുന്നത്. ചില ഉമ്മമാർക്കൊരു പണിയുണ്ട്, അടുക്കളയില് നല്ല പണി വരുമ്പോ പെണ്ണുങ്ങൾ എന്താന്ന് വെച്ചാൽ വേഗം വന്നിട്ട് കുട്ടി കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പാല് കൊടുക്കാൻ വേണ്ടിട്ട് റൂമിൽ കയറും. എന്നിട്ട് പണി വാട്സപ്പിൽ കളിച്ചിരിക്കുന്നത്, കുട്ടിയെ പാല് കൊടുക്കാൻ വേണ്ടിട്ട് വാട്സപ്പിൽ കളിച്ചിരിക്കുന്ന പണിയാണ്. അമ്മായിമാര് കണ്ടാ പറയും, മൊബൈൽ കളിക്കുന്ന കണ്ടാ പറയും. അപ്പൊ എന്താക്കും? റൂമിൽ വന്നിട്ട് അമ്മായി വിളിക്കുമ്പോ ഞാൻ കുട്ടിക്ക് പാല് കൊടുക്കാൻ, കുട്ടിക്ക് ചിലപ്പോൾ പാല് കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ പാല് കൊടുക്കുമ്പോഴേക്കും മൊബൈൽ വാട്സപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ റൂമിലേക്ക് പോയിട്ട് പാല് കൊടുക്കുന്ന എത്രയോ മരുമക്കളുണ്ട് വീട്ടില് ഉണ്ട്. അതെനിക്ക് ഉറപ്പാണ് ഉണ്ട്. ഞാൻ അറിഞ്ഞതുകൊണ്ട് തന്നെ പറയുന്നത്, വെറുതെ പറയുന്നല്ല, അറിഞ്ഞതുകൊണ്ട് തന്നെ പറയുന്നത്. ഇതിപ്പോ ചെയ്യുന്ന പെൺമക്കളൊക്കെ ചിരിക്കുന്നുണ്ടാവും അവിടെ ഇരുന്നിട്ട്, മനസ്സിലായ? ഇത് ചെയ്യുന്ന പെൺകുട്ടികൾ അവിടെ നിന്നിട്ട് ചിരിക്കുന്നുണ്ടാവും. ഇതങ്ങനെ ഉസ്താദ് അറിഞ്ഞു, നമുക്കൊക്കെ അറിയുന്നൊന്നും പഠിക്കണ്ട, കുറച്ചൊക്കെ കറാമത്തുണ്ട് തന്നെ വിചാരിച്ചോ, മനസ്സിലായോ? കുറച്ചൊക്കെ കറാമത്തുണ്ട് തന്നെ വിചാരിച്ചു. അപ്പൊ വാട്സപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട് പാല് കൊടുക്കാന്നുള്ള വ്യാജേന കിച്ചണിൽ നിന്ന് റൂമിലേക്ക് വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ആ മക്കളെ ഇതിനനുസരിച്ചിട്ട് ഉണ്ടാവും. ഉമ്മമാരെ, നിങ്ങൾ വാട്സപ്പ് കളിച്ചുകൊണ്ട് പാൽ കൊടുത്തില്ലേ, ആ മക്കൾ അത്രയും ഉണ്ടാവും. നിങ്ങൾക്ക് അത്രയും ആ മക്കളിൽ നിന്ന് കിട്ടുള്ളൂ. മക്കൾക്ക് പാൽ കൊടുക്കുമ്പോൾ ഒരു മര്യാദ ഉണ്ട്. ആ മര്യാദ എന്ന് വെച്ചാൽ വുളൂ ചെയ്യാതെ പാൽ കൊടുക്കാൻ പാടില്ലെന്നാണ്. മക്കൾക്ക് പാല് കൊടുക്കുമ്പോൾ വുളൂ ചെയ്യണം, നിങ്ങളുടെ മാരടങ്ങൾ കഴുകണം, എന്നിട്ട് വുളൂ ചെയ്തിട്ട് കിബിലയിലേക്ക് മുന്നിട്ടിട്ട് വേണം മക്കൾക്ക് പാല് കൊടുക്കാൻ. ഇതൊക്കെ മര്യാദയാണ്. ചെയ്യുന്നവർ ചെയ്തോളൂ, മര്യാദ ഇതാണ്. ധാർമ്മികമായ ദീനിയായ ഒരു മര്യാദ, അച്ചടക്കം ഇതാണ്. നിങ്ങൾക്കറിയില്ലേ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമുൽ ഹറമൈൻ തങ്ങളെ, ഇമാമുൽ ഹറമൈൻ തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിതാവ് സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരാൾ എങ്ങനെ നന്നാവും, ഒരാൾ എങ്ങനെ ഇതിഹാസങ്ങളാകും, അതൊക്കെ അത്ഭുതങ്ങളല്ല. അതൊക്കെ കാലേ കൂട്ടി പിതാവ് തീരുമാനിക്കണം, കാലേ കൂട്ടി ഉമ്മ തീരുമാനിക്കണം. എന്റെ മകൻ വലിയൊരു ഇതിഹാസമാകണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഉപ്പയും തീരുമാനിക്കണം, ഉമ്മയും തീരുമാനിക്കണം. എങ്കിലേ ഇതിഹാസങ്ങളാവുള്ളൂ, ചരിത്ര പുരുഷന്മാരാവുള്ളൂ. അല്ലാതെ നിങ്ങൾ 25 വയസ്സാകുമ്പോ എന്റെ മകൻ എന്താ അങ്ങനെ ആവാത്തെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇവിടെ. നിങ്ങൾ ആലോചിക്കും, മഹാനായ ഇമാമുൽ ഹറമൈൻ തങ്ങളുടെ പിതാവ് മുസ്ഹഫ് തുന്നിയിട്ടും എഴുതിയിട്ടും ക്യാഷ് ഉണ്ടാക്കി. മുസ്ഹഫ് എഴുതിയിട്ടും തുന്നിയിട്ടും കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കി. ആ ക്യാഷ് സ്വരൂപിച്ചിട്ട് ഒരു അടിമ സ്ത്രീയെ വാങ്ങിച്ചു. എങ്ങനെയാണ് അടിമ സ്ത്രീ? നല്ല നല്ല പേരിൽ അറിയപ്പെടുന്ന സ്വഭാവക്കാരിയായ ദീനുള്ള ഒരു അടിമ സ്ത്രീ. ആ അടിമ സ്ത്രീയെ വാങ്ങിക്കേണ്ടായി. വാങ്ങിച്ചു. പണ്ട് അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധങ്ങൾ അനുവദനീയമാണ്. കാരണം ഒരു പെണ്ണിനെ നമ്മൾ കല്യാണം കഴിച്ച പെണ്ണിന്റെ ഭാവി പഴയ ജീവിതം എങ്ങനെ, കുടുംബജീവിതം എങ്ങനെ, പെണ്ണൊരു തെറ്റ് ചെയ്യുന്ന പെണ്ണാണോ, ഹറാമ് തിന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. നമ്മളൊരു കല്യാണം കഴിക്കുന്ന ഒരു 18 വയസ്സായ ഒരു പെണ്ണ് അവൾ ഹറാമ് തിന്നിട്ടുണ്ടോ ഇല്ല, അതൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു അടിമയെ വാങ്ങിച്ച്, നല്ലൊരു അടിമയെ വാങ്ങിച്ച് തന്റെ കൈ കൊണ്ട് ഹലാലായ സമ്പാദ്യത്തിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം മാത്രം കൊടുത്തു വളർത്തി. ഹലാല് മാത്രമേ ഈ അടിമ സ്ത്രീ കഴിച്ചിട്ടുള്ളൂ. ആ അടിമ സ്ത്രീയുമായി ഇവർ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും എന്നിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. കുഞ്ഞുണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായി അടിമ സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ ഈ കുഞ്ഞിന് നീയല്ലാതെ വേറൊരാൾ പാല് നൽകാൻ പാടില്ല എന്നാണ്. നീയേ പാല് നൽകാൻ പാടുള്ളൂ, വേറൊരാളും പാല് നൽകാൻ പാടില്ല എന്നാണ്.
അങ്ങനെ പ്രസവിക്കുമ്പോൾ വുളു ഇല്ലാതെ പാല് നൽകിയിട്ടില്ല, ആ മാതാവ് വുളു ഇല്ലാതെ പാല് നൽകിയിട്ടില്ല. ഹലാലായ ഭക്ഷണമാണ് ആ സ്ത്രീ തിന്നത്, ഹലാലായ പാലാണത്. ഈ പിതാവും തന്നത് ഹലാല് തന്നെയാണ്. ഈ മകനെ എങ്ങനെ ആവണമെന്ന് നേരത്തെ തന്നെ പിതാവിന്റെ തീരുമാനമാണത്. അങ്ങനെ ഒരു ദിവസം ഉമ്മ വീട്ടിലില്ലാത്ത സമയത്ത് കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി ഇങ്ങനെ കരയുന്ന സമയത്ത് ഒരു അയൽവാസിയായ ഒരു പെണ്ണ് വന്നിട്ട് കരയുന്ന കുഞ്ഞിന് പാല് കൊടുത്തു. ഇതാര് കണ്ടു? വീട്ടിലെ പിതാവ് കണ്ടു, അഥവാ ഇമാമുൽ ഹറമൈൻ തങ്ങളുടെ പിതാവ് കണ്ടു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. ആ പെണ്ണുങ്ങൾ പോയ ഉടനെ കുട്ടിയുടെ 2 കാല് പിടിച്ച് ഇങ്ങനെ പിടിച്ചു, തല താഴെ കാല് മുകളിൽ, എന്നിട്ട് വായിലേക്ക് വിരൽ കയറ്റി. വയറ്റിലുള്ളത് മുഴുവനും ഛർദിക്കുന്നത് വരെ, മുഴുവനും ഒരംശം പോലും ബാക്കിയാവാതെ ഛർദിക്കുന്നത് വരെ വായിൽ കൈവച്ചുകൊണ്ട് ഛർദിപ്പിച്ചു കളഞ്ഞു ഇമാമുൽ ഹറമൈൻ തങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുട്ടി മരണപ്പെട്ടാലും കുഴപ്പമില്ല. അദ്ദേഹം പറയാൻ, എന്റെ കുട്ടി മരണപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് ഈ കുട്ടിക്ക് സ്വന്തം ഉമ്മയുടെ ഹലാല് എന്ന് എനിക്ക് ഉറപ്പില്ലാത്തൊരു ഭക്ഷണം പോലും കുട്ടിക്ക് എത്താൻ പാടില്ല. ആ കുട്ടിയാണ് പിന്നെ ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതനായ ഇമാമുൽ ഹറമൈൻ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതനായി മാറിയത്. അപ്പൊ പിതാവിന്റെ കാലെ കൂട്ടിയുള്ള ആ പദ്ധതി, പ്ലാനിങ് കണ്ടോ? എത്രത്തോളം ആസൂത്രിതമായിട്ടാണ്, എത്രത്തോളം പ്രീ പ്ലാനോടുകൂടിയാണ് ഒരു കുട്ടി ഇതിഹാസമാക്കി മാറ്റിയത്. നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ജനിക്കാൻ പോകുന്ന മകൻ വലിയ ഇതിഹാസമാവണമെന്ന് ഇന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞുമോ തീരുമാനിക്കുന്നുണ്ടോ? കല്യാണം കഴിക്കുമ്പോൾ നല്ല പെണ്ണ് കിട്ടണം, സുന്ദരിയാവണം എന്നുള്ള ചിന്തയല്ലാതെ എനിക്ക് നല്ലൊരു ഇതിഹാസത്തിന് ജന്മം നൽകണം. അങ്ങനെ ഒരു ഇതിഹാസത്തിന് ജന്മം നൽകണമെങ്കിൽ എന്റെ പെണ്ണിന് സൗന്ദര്യമല്ല വേണ്ടത്, ദീനാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു ദീനുള്ള പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ആരാ ഇവിടെ കല്യാണം കഴിക്കുന്നുള്ളു? ആവൂല, അങ്ങനെയൊന്നും ആവൂല. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇനി ഇതിഹാസങ്ങളായില്ലെങ്കിലും കുഴപ്പമില്ല, തെമ്മാടികളൊന്നും ആവാതെ സ്വാലിഹീങ്ങളായ മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടായി. ആ കുട്ടി ആദ്യമായി സംസാരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അങ്ങനെ സംസാരിച്ചാൽ ആ ഉപ്പയ്ക്ക് അതിന്റെ പ്രതിഫലം, ആ മാതാവിന് അതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. ഒരു കുട്ടി ആദ്യമായി എന്താണോ സംസാരിക്കുന്നത്, ആദ്യമായി ഒരു കുട്ടി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, അവസാനമായി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, ആ കുട്ടി ദഖലൽ ജന്ന, നേരെ പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതിനിടയിൽ 100 വർഷം അയാൾ ജീവിച്ചു, 500 വർഷം ജീവിച്ചു. അതിനിടയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ആ തെറ്റുകൾ പോലും അള്ളാഹു നോക്കാതെ അള്ളാഹു ആ കുഞ്ഞിനെ, അള്ളാഹു ആ മനുഷ്യനെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യമായി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. അഥവാ കുട്ടിയുടെ മുമ്പിൽ ഉമ്മയുടെ വാട്സപ്പ് കളി മാറ്റണം, മൊബൈൽ ഫോൺ മാറ്റണം, ടിക്ടോക്ക് മാറ്റണം, ഫേസ്ബുക്ക് മാറ്റണം, എല്ലാം മാറ്റി കുഞ്ഞിന് വേണ്ടി സമയം ചെലവഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ തയ്യാറാവണം. കുഞ്ഞിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാവണം. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയത് അങ്ങനെ മനഃപ്പാഠമാക്കിയത്. ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയത്. നമ്മുടെ മക്കളെ 3 കൊല്ലം കൊണ്ട് ഹിഫ്ള് കോളേജിൽ ഇട്ടാലും മനഃപ്പാഠാക്കലുണ്ടോ? 3 വർഷം കൊണ്ടുപോയി ഹിഫ്ള് കോളേജിൽ ചേർത്തിട്ട് ഉസ്താദെ എന്റെ മകനൊന്ന് ഹാഫിളായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുക അല്ലാതെ 3-4 കൊല്ലം പിടിക്കാറില്ലേ? ചില ആളുകൾ 6 മാസം കൊണ്ടാവുന്നുണ്ട്. വേറെ സ്വന്തം മാതാവിന്റെ ഖുർആൻ പാരായണം കേട്ടിട്ടാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കിയത്. അപ്പൊ എത്ര തവണ ഓതിയിട്ടുണ്ടാകും, എത്ര തവണ കേട്ടിട്ടുണ്ടാകും? നമ്മളുടെ അടുത്ത് നിന്ന് ഒരു ലാ ഇലാഹ ഇല്ലല്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടോ? ഖുർആൻ 30 ദിവസം പോട്ടെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നുണ്ടോ? ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി ഒരാൾ ജനിച്ച ഉടനെയാണ് കേട്ടോ, ജനിച്ച ഉടനെ ദിക്ർ ചൊല്ലി ആദ്യം സംസാരിക്കുന്നതും ദിക്റാണ്. ഇനി ഒരു മനുഷ്യന്റെ മരണം, 60, 20, 50 എത്ര വയസ്സായാലും മരിക്കാൻ കിടക്കുന്ന ഒരു മയ്യിത്ത്, അയാളുടെ മുമ്പിൽ പോയിട്ട് എല്ലാ ആളുകളും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ഉപ്പയാണെങ്കിൽ ഉപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ ഉപ്പ. മക്കളാണെങ്കിൽ മക്കളോട് പറയും മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. അങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറയും. നല്ലവരായ ആളുകളാണെങ്കിൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അവർക്കുണ്ടാകും. അങ്ങനെ മരിച്ചാൽ അവർ സ്വർഗ്ഗത്തിലുമാണ്.
അതാ മോശക്കാരായ ആളുകൾക്ക് ഒരു പക്ഷെ ചെല്ലാൻ കഴിഞ്ഞൊന്നുമില്ല. ഇനി ചെല്ലില്ല എന്ന് പറഞ്ഞ എല്ലാവരും മോശക്കാരല്ല, ചെല്ലിവരൊക്കെ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. ചെല്ലില്ല എന്ന് പറഞ്ഞ എല്ലാവരും മോശക്കാരല്ല. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവസാനമായി ഉച്ചരിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കുറച്ച് സ്വഹാബാക്കൾ കടന്നു വരികയുണ്ടായി. യാ റസൂലല്ലാഹ്, ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടാനിരിക്കുകയാണ്, അവസാന ശ്വാസം വലിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് അത് ചെല്ലാൻ കഴിയുന്നില്ല. നബി തങ്ങളെ, നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്, അയാൾ ജീവിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവരാണോ? ജീവിക്കുന്ന കാലത്ത് ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകും, ഇതൊക്കെ പുഷ്പം പോലെ ചെല്ലാമെന്ന്. പുഷ്പം പോലെ ഒന്നും ചെല്ലാൻ കഴിയില്ല മുമ്പ്. നിങ്ങളെ മരണസമയത്ത് പുഷ്പം പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനൊന്നും കഴിയില്ല. ഇപ്പൊ നിങ്ങൾ ചെല്ലിയോ എങ്കിൽ നിങ്ങൾക്ക് മരിക്കുമ്പോൾ ചെല്ലാൻ കഴിയും. ഇപ്പൊ എത്രത്തോളം ചെല്ലുന്നുണ്ടെങ്കിലും മരിക്കുമ്പോൾ ചെല്ലാൻ കഴിയും. നിങ്ങൾക്ക് ബോധമില്ലെങ്കിലും അബോധാവസ്ഥയിലും നിങ്ങൾ നിങ്ങളുടെ തസ്ബീഹ് മാല ഇങ്ങനെ നോക്കും. ചെറുശ്ശേരി ഉസ്താദ്, നമ്മുടെ ശൈഖുന ചെറുശ്ശേരി ഉസ്താദൊക്കെ അബോധാവസ്ഥയിൽ കിടന്ന് കുറെ കാലം, അപ്പോഴൊക്കെ കയ്യിലുള്ള തസ്ബീഹ് മാല ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടായിരുന്നു. എന്റെ മോശം മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പൊക്കെ രാത്രി ഇങ്ങനെ ഉറക്കെ പറയാ. വീട്ടുകാരൊക്കെ പേടിച്ച് തൊണ്ട പൊട്ടി പോകുമോ എന്ന് പേടിച്ചു. അബോധാവസ്ഥയിലാണ്. തൊണ്ട പൊട്ടി പോകുമോ എന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ചെല്ലണ്ട, ഒന്ന് ഉറങ്ങുന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ച ആളാണ് എന്റെ മോശം. കുറച്ചു മുമ്പ്, 1 വർഷമായിട്ടില്ല മരണപ്പെട്ടിട്ട്, 4 മാസമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിതത്തിൽ ചെല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെല്ലിയിട്ട് മരിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ ചെല്ലാതെ അതൊക്കെ വലിയ വിഷയമാണ്, അതൊക്കെ ഞാൻ ചെല്ലൂലെന്നൊക്കെ പറഞ്ഞാൽ ചെല്ലാൻ കഴിയില്ല. അങ്ങനെ അവസാനമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളുടെ സമീപത്തേക്ക് എത്തി. നബി തങ്ങളും പറഞ്ഞു, യാ ഗുലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലു മോനെ എന്ന് പറഞ്ഞു. അമ്മോൻ പറഞ്ഞു, നബിയെ എനിക്ക് ചെല്ലണം എന്നുള്ള ആഗ്രഹമുണ്ട്. ലാ അസ്തതിഉ അൻ അഖൂലഹ, അത് പറയാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ, പറയണമെന്ന് ആഗ്രഹമുണ്ട്, നാവ് വഴങ്ങുന്നില്ല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തേ നീ ജീവിതത്തിൽ വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ എന്റെ ഉമ്മയോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, എന്റെ ഉമ്മയോട് ഞാൻ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നബിയെ. മറ്റുള്ളതൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞു പറയാൻ കഴിയില്ല. ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് ഇയാള്. ഞാൻ ഉമ്മയോട് മോശമായി പെരുമാറി എന്നൊക്കെ ഇയാളാ പറഞ്ഞത്. എന്നാൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിയുന്നില്ല. അതാ പറഞ്ഞത്, ജീവിതത്തിൽ ചെല്ലിയാലേ മരണസമയത്ത് കഴിയുള്ളൂ, പുഷ്പം പോലെ ചെല്ലാനൊന്നും കഴിയില്ല. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉമ്മയെ വിളിച്ചു, ഉമ്മ നിങ്ങളുടെ മകൻ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിച്ച് മരിക്കാൻ കഴിയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിച്ചാൽ ഇയാൾ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഉമ്മ. അതുകൊണ്ട് നിങ്ങളുടെ മകന് നിങ്ങൾ പുറത്തു കൊടുക്കണം, മാപ്പ് നൽകണം ഉമ്മ എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഓക്കെ ഞാൻ മാപ്പ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെയും ഇവിടെ ഇരിക്കുന്നവരെയും അള്ളാനെയും സാക്ഷി നിർത്തിയിട്ട് പറയണം, ഇന്നി ഉഷ്ഹിദു ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട്, അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഇവിടെയുള്ള എല്ലാ ആളുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മകന് ഞാൻ പുറത്തു കൊടുത്തു എന്ന് ആ മാതാവ് പറഞ്ഞു. ഉടനെ തന്നെ നബി തങ്ങൾ അയാളുടെ സമീപത്തേക്ക് പോയിട്ട് പറഞ്ഞു, യാ ഗുലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ഫഖാലഹാ, ഉടനെ തന്നെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഉടനെ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു ബി മിനൻ നാർ, ഞാൻ കാരണം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ്, ഞാൻ കാരണം ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ചെല്ലാൻ കഴിയില്ല, ചില ആളുകൾക്ക് ചെല്ലാൻ കഴിയും. എല്ലാവരും കൂടി ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനും ചെല്ലാൻ കഴിയില്ല. ചില ആളുകൾ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ അയാൾ പറയാ ഹുവ ഫീ സഖർ, ഹുവ ഫീ സഖർ, ഹുവ ഫീ സഖർ എന്ന് പറഞ്ഞാൽ അയാൾ നരകത്തിലാണ്, അയാൾ നരകത്തിലാണ്, അയാൾ നരകത്തിലാണ് എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കുക. ഒരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഫഖാല, അയാൾ പറഞ്ഞു ലാ അസ്തതിഉ അൻ നഖൂലഹാ,
എനിക്കത് പറയാൻ കഴിയുന്നില്ല. ഒരാള്. രണ്ടാമത്തെ ഒരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫജഅല യഖൂൽ അദ്ദാറുൽ ഫുലാനിയ്യ അസ്ലിഹു ഫീഹാ കദാ വൽ ബുസ്താനുൽ ഫുലാനി ഇഫ്അലു ഫീഹി കദാ. അഥവാ തന്റെ ബിസിനസ് ആ വീട് അങ്ങനെ ആക്കണം, ഈ വീട് ഇങ്ങനെ ആക്കണം. ഇയാളോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണ്. ഇയാള് പറയുന്നത് അയാളുടെ വീട് അങ്ങനെ ആക്കണം, ആ വീട് ഇങ്ങനെ ആക്കണം, ഈ തോട്ടം ഇങ്ങനെ ആക്കണം, ആ സ്ഥലത്തുള്ള കച്ചവടം അങ്ങനെ ആക്കണം. അയാളുടെ ജീവിതത്തിൽ അതേ പറഞ്ഞിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരിക്കുമ്പോൾ പറയാനും കഴിയുന്നില്ല. വേറെ ആള് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അപ്പൊ അയാള് ഫജഅല അദ്ദേഹം ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. ഏതൊരു സിനിമ പാട്ട് ഇങ്ങനെ പാടിയിട്ട് അയാൾ മരിച്ചു എന്നാണ്. വേറെ ഒരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു വമാ യൻഫഉനി മാ തഖൂൽ വലം അദഅ മഅസിയതൻ ഇല്ലാ റഖിബ്തുഹാ. നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് ചെല്ലാൻ കഴിയില്ല, എനിക്കതൊന്നും ഉപകരിക്കുന്നില്ല, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ഞാൻ ജീവിതത്തിൽ ചെയ്യാതിരുന്നിട്ടില്ല. സുമ്മ മാത, അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മരണപ്പെട്ടു പോയി. വേറൊരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാൾ പറഞ്ഞു വമാ അഅരിഫു അന്നി സ്വല്ലൈതു ലില്ലാഹി സ്വലാത്തൻ, ഞാൻ ജീവിതത്തിൽ ഒരു സ്വലാത്ത്, ഒരു നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ല. വമാ യുഗ്നി അന്നി, നിങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടാവില്ല. സുമ്മ മാത, അയാൾ അങ്ങനെ മരിച്ചുപോയി. വേറൊരാളോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറഞ്ഞു. അയാൾ പറഞ്ഞു ഹുവ കാഫിറുൻ ബിമാ തഖൂൽ, നിങ്ങൾ പറയുന്നത് അയാൾ നിഷേധിക്കുന്നുണ്ട്. സുമ്മ മാത, അങ്ങനെ മരണപ്പെട്ടു പോയി. വേറൊരാൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അയാൾ പറഞ്ഞു കുല്ലമാ അറത്തു അൻ നഖൂലഹാ ലിസാനി, എന്റെ നാവ് കൊണ്ട് ഞാൻ പറയാൻ തീരുമാനിക്കുമ്പോഴൊക്കെ ആരോ വന്നിട്ട് പിടിച്ചു വെക്കുന്നത് പോലെ എനിക്ക് പറയാൻ കഴിയുന്നില്ല. വേറൊരാൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാൾ പറഞ്ഞു ലില്ലാഹി ഫലൈസ ലില്ലാഹ്, അല്ലാഹ് ഇല്ല, അല്ലാഹ് ഇല്ല. അതൊരു നിരീശ്വരവാദിയോടാണ് പറഞ്ഞത്. അയാൾ അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മരണപ്പെട്ടു പോയി. ഒരു കച്ചവടക്കാരനോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അയാൾ പറഞ്ഞു ഹാദിഹിൽ ഖിത്അതു റഖീസ ഹാദാ മുശ്തരിൻ ജയ്യിദ് ഹാദിഹി കദാ, ഇത് പുതിയ സാധനമാണ്, ഇത് വിലയില്ലാത്ത സാധനമാണ്, അത് പഴയ സാധനമാണ് എന്നൊരു കച്ചവടക്കാരൻ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ല. വേറൊരു കള്ളുകുടിയനോട് പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇശ്റബ് വസ്ഖിനി, നീ കുടിക്ക് എനിക്കും കുടിപ്പിക്കും. ഫമാത, അങ്ങനെ മരിച്ചു. നീ കുടിക്ക്, അയാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞതാണ് കള്ളുകുടിയൻ. അയാൾ ബാറിൽ പോവാ, ഹോട്ടലിൽ പോവാ, എന്നിട്ട് അവിടെ പോയിട്ട് കള്ള് ഷാപ്പിൽ പോവാ, നീ കുടിക്ക് എനിക്കും കുടിപ്പിക്കുക. അയാൾ അങ്ങ് പറഞ്ഞു മരണപ്പെട്ടു പോയി. വേറൊരാൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അയാൾ പറഞ്ഞു ഐന ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി, എവിടെയാണ് മഞ്ചാബിയുടെ വീട്ടിലേക്കുള്ള സ്ഥലം, വഴി ഏതാണെന്ന് ചോദിച്ച അയാൾ മരണപ്പെട്ടു പോയി. നോക്കണം, ജീവിതത്തിൽ എത്രയും കൂടുതൽ നിങ്ങൾ എങ്ങനെ ചെല്ലുന്നുണ്ടോ അതാണ് അവസാനം ഉണ്ടാവാൻ. ഇയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലിയത് വലിയൊരു സംഭവമാണ്. അതിന്റെ പിന്നിലുള്ളത് വലിയൊരു സംഭവമാണ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഒരു പൊതു ടോയ്ലറ്റ്, പൊതു പബ്ലിക് ബാത്റൂം പോലെ അദ്ദേഹത്തിന്റെ വീട് തോന്നിച്ചിരുന്നു. ആ സമയത്ത് ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പെണ്ണ് ചോദിച്ചു മഞ്ചാബിയുടെ ബാത്റൂമിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു ഇതന്നെയാണ് മഞ്ചാബിയുടെ ബാത്റൂം. സത്യത്തിൽ അത് ബാത്റൂമല്ല, ഇയാളുടെ വീടാണ്. ആ പെണ്ണ് ബാത്റൂം ആണെന്ന് വിചാരിച്ച് ഇയാളുടെ വീട്ടിലേക്ക് കയറി. അയാളും ആ പെണ്ണിന്റെ പിന്നാലെ കയറി. അകത്തേക്ക് കയറി ഉടനെ വാതിലിന്റെ കുറ്റിയിട്ടു. പെണ്ണിന് മനസ്സിലായി എന്നെ പറ്റിച്ചതാണ് എന്ന്. വാതിലിന്റെ കുറ്റിയിട്ടു. അപ്പൊ പെണ്ണ് വേഗം ഒരു എന്നെ പറ്റിച്ചു എന്നുള്ള കാര്യം പെണ്ണിന് മനസ്സിലായപ്പോ പെണ്ണ് അമളി പറ്റിയത് പുറത്തറിയിക്കാത്ത രീതിയിൽ പെണ്ണിനും ഇയാളുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ളതുപോലെ അഭിനയിച്ചു. എന്നിട്ട് പെണ്ണ് പറഞ്ഞു മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും ആരും കാണാതെ നല്ലൊരു സൗകര്യം എത്തിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നല്ല ഭക്ഷണവും നല്ല കള്ളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വരൂ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ കടിച്ചു പൊളിക്കാമെന്ന് പെണ്ണ് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു അസ്സാഅതു ആതിക്, ഞാൻ ഇപ്പൊ വരെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊരു ബില്ല് വാങ്ങി. എല്ലാം വാങ്ങാൻ വേണ്ടി അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തുപോയി. കാരണം പെണ്ണ് ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് എടുക്കുകയാണ്. പെണ്ണ് ഇങ്ങോട്ട് പറഞ്ഞതാണ് നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കുക എന്ന്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? വാതിൽ പോലും പൂട്ടാതെ വേഗം ബില്ലുമായിട്ട് അങ്ങാടിയിലേക്ക് പോയി. ഇയാള് പോയ താമസം പെണ്ണ് സ്ഥലത്ത് നിന്ന് മുങ്ങി. പെണ്ണിന്റെ ഐഡിയ ആയിരുന്നത്. വാതിൽ പൂട്ടിയില്ല, പൂട്ടാൻ മറന്നു ഇയാൾക്ക്. ഇയാള് കള്ളും ഭക്ഷണക്കുമായിട്ട് മനസ്സിൽ നിറയെ ലഡുവായിട്ട് ഇങ്ങനെ വരിക, വീട്ടിലേക്ക് വരികയാണ്. ആ പെണ്ണുണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ വീട്ടിലേക്ക് എത്തി. നോക്കുമ്പോ പെണ്ണില്ല. അപ്പൊ അദ്ദേഹം പാടാൻ തുടങ്ങി. യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് തഇബത് കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എവിടെയാണ് മുൻജാബിയുടെ ബാത്റൂം എന്ന് ചോദിച്ച പെണ്ണെവിടെ?
എന്നിങ്ങനെ പാട്ട് പാടി ഭ്രാന്തനായ അയാൾ ആ പെണ്ണിനോർത്ത് ഭ്രാന്തനായി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പാടി നടക്കുമ്പോഴാണ് 2 നിലയുള്ള വീടിന്റെ മുകളിൽ ഈ പെണ്ണിനെ കാണാനിടയായത്. ഇത് ഈ പെണ്ണ് കേട്ടു, ഈ പാട്ട് ഈ പെണ്ണ് കേട്ടു. യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ തഇബത് കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി. പെണ്ണ് മുകളിൽ നിന്ന് അടുത്ത പാട്ട് പാടി, അല്ലാ ജഅൽത സരീഅൻ ഇദ് ലഫിർത ബിഹാ ഹിർസൻ അലദ്ദാരി ഔ ഖുഫ്ലൻ അലൽ ബാബി. എന്തേ മനുഷ്യ, തിരക്ക് കൂട്ടി വ്യഗ്രത കാണിച്ച് പുറത്തു പോകുമ്പോ വാതിലിന് കുറ്റിയിട്ടൂടായിരുന്നോ നിങ്ങൾക്ക്? വാതിലിന് പൂട്ടിക്കൊണ്ടു പോകാമായിരുന്നില്ലേ? എങ്കിലും തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് തിരിച്ചു പാടി. ഇത് കേൾക്കുമ്പോൾ അയാൾക്കൊന്നും കൂടി ഭ്രാന്തായി. അങ്ങനെ അയാൾ മരിക്കാൻ കിടക്കുമ്പോൾ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി അദ്ദേഹത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് എന്താണ്? കൈഫ ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോവുകയാണ് അയാൾ ചെയ്തത്. അപ്പൊ ജീവിതത്തിൽ എങ്ങനെ ഒരാൾ ജീവിക്കുന്നു, അതാണ് മരണസമയത്ത് ചെയ്യുക. സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ തിയേറ്ററിൽ മരിക്കും, കള്ളുകുടിയന്മാർ കള്ളുടിച്ച് മരിക്കും, തോപ ചെയ്യാൻ കഴിയില്ല, വ്യഭിചാരികൾ വ്യഭിചരിച്ചു കൊണ്ട് മരിക്കും, കഞ്ചാവുകാർ കഞ്ചാവ് അടിച്ചു മരിക്കും, രാത്രി രാവിലെ വരെ പോൺ വീഡിയോകൾ കാണുന്നവർ പോൺ വീഡിയോ കണ്ടുകൊണ്ട് മരിക്കും. എന്താ ജീവിതത്തിൽ കൂടുതൽ ചെയ്തത്? എപ്പോഴും പെണ്ണിന്റെ വർത്താനാണ്, വ്യഭിചാരത്തിന്റെ വർത്താനാണ്. എങ്കിലും വ്യഭിചരിച്ചുകൊണ്ടും ആ ഒരു വർത്താനത്തിനായിട്ട് മരിക്കും. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ നല്ലത് മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സമയം വൈകുന്ന എനിക്കറിയാം, ഞാൻ എന്തായാലും 12 മണിയാകുമ്പോൾ ദുആ എടുക്കാൻ നിർത്തും. ഇൻഷാ അല്ലാഹ് 12 മണിയാകുമ്പോൾ ദുആ എടുക്കാൻ നിർത്തും. 11:35 ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരാൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് അയാൾ കൂടുതൽ പറയുമെന്നാണ്. ഇദാ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു. ഒരാൾ ഒരു വസ്തു ഇഷ്ടപ്പെട്ടത് കൂടുതൽ പറയും. എന്താണോ ജീവിതത്തിൽ ഒരാൾ പറഞ്ഞത് അത് തന്നെയാണ് അയാളുടെ മരണസമയത്തും അയാൾ പ്രകടിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്താണോ നമ്മൾക്ക് ഇഷ്ടം ആ ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലായിരിക്കും നമ്മൾ മരിക്കുക. ഖുർആൻ ഇഷ്ടമുള്ളവർ ഖുർആൻ ഓതി മരിക്കും, സുജൂദ് ഇഷ്ടമുള്ളവർ സുജൂദിൽ കിടന്ന് മരിക്കും, നിസ്കാരം ഇഷ്ടമുള്ളവർ നിസ്കാരത്തിൽ മരിക്കും, പള്ളി ഇഷ്ടമുള്ളവർ പള്ളിയിൽ മരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരാൾ അവസാനമായി പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ദിക്റാണ് മനുഷ്യന്റെ ജീവിതം. ഇനി അയാൾ മരിച്ചു കഴിഞ്ഞു, അയാൾ മരിച്ചു കഴിഞ്ഞല്ലോ. മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? ദിക്റന്നല്ലേ. മരിച്ചു കഴിഞ്ഞിട്ട് ഒരു തുണി വെള്ള തുണി മുകളിലിടും. നാട്ടുകാരെല്ലാം വന്നാൽ ഓതുന്നത് യാസീനാണ്. കുളിപ്പിക്കുന്നുണ്ട്, കുളിപ്പിച്ചു കഴിഞ്ഞാലും യാസീന്. പള്ളിയിലേക്ക് പോകുമ്പോൾ ദിക്ർ. എന്നിട്ട് പള്ളിയുടെ മുമ്പിൽ മയ്യിത്ത് വെച്ചിട്ട് ഖബറിലേക്ക് മണ്ണ് വാരി എറിയുമ്പോൾ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അത് കഴിഞ്ഞിട്ട് അവസാനം യാസീൻ ഓതിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ജനിച്ച ഉടനെ ആളുകൾ, അടുത്തുള്ള ആളുകൾ ചെവിയിലൂടെ ബാങ്ക് കൊടുത്തു. അവസാനമായി നാട്ടുകാരെല്ലാരും കൂടി യാസീനോദ് ദുആ ചെയ്തിട്ട് ഖബറിൽ വെച്ച് മണ്ണിൽ മൂടിയിട്ട് തിരിച്ചു വരികയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും ദിക്റുകളാണ്. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ. ഇനി ഒരു ദിവസത്തെ കഥ ഞാൻ പറയാം. ഇത് ജനിച്ചതും മരിച്ചതും ഞാൻ പറഞ്ഞത്. ഇനി ഒരു ദിവസത്തെ കഥ പറയാം. രാവിലെ ഒരാൾ എങ്ങനെയാണ് എണീക്കുന്നത്, എങ്ങനെയാണ് എണീക്കുന്നത് എന്നല്ല, എങ്ങനെയാണ് എണീക്കേണ്ടത്. എങ്ങനെ എണീക്കേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. ദിക്ർ ചൊല്ലിയിട്ടാണ് ഒരു മുസ്ലിം രാവിലെ ഉണരേണ്ടത്. ചൊല്ലിയില്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടമാണ്. അങ്ങനെ ഉണരേണ്ടത് അങ്ങനെയാ. ചൊല്ലിയില്ലെങ്കിൽ ആർക്കാണ് ഇഷ്ടം? നിങ്ങൾക്കാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത്, എന്റെ സ്മരണയിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത്, അവർക്ക് ഞാൻ വളരെ കുടുസായ ജീവിതമാണ് നൽകുന്നത്. അഥവാ രാവിലെ എണീക്കുമ്പോൾ ഒരാൾ ഈ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ അയാൾക്ക് എന്തെന്നില്ലാത്തൊരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യും, എന്തെന്നില്ലാത്തൊരു കുടുസ് ഫീൽ ചെയ്യുമെന്നാണ്. എല്ലാവരും രാവിലെ എണീക്കേണ്ടത് എങ്ങനെ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. എണീറ്റിട്ട് കഴിഞ്ഞു. ഓക്കേ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അടുത്തത് ബാത്റൂമിലേക്ക് പോവാണ്. എണീച്ചിട്ട് ബാത്റൂമിൽ പോവാണ്. വലത് കാല് വെച്ചിട്ടല്ലേ ബാത്റൂമിൽ പോവേണ്ടത്, അല്ലേ? ആ, നല്ലോണം തലാട്ടിക്കോളി. വലത് കാല് വെച്ചിട്ടല്ലേ ബാത്റൂമിൽ പോകേണ്ടത്, അല്ലേ? നല്ല തലാട്ടലാണ്. എന്ത് മനുഷ്യന്മാരും. പള്ളിക്ക് വലത് കാലച്ച് കയറുണ്ട്. പള്ളി വീടൊക്കെ ഒരുപോലെ മഹത്വം ഉണ്ട് ഇസ്ലാമില്. പള്ളിക്ക് കയറുമ്പോ വലത് കാല് വെക്കണം, പുറത്തു വരുമ്പോ ഇടത് കാല് വെക്കണം, വീട്ടിൽ കയറുമ്പോ വലത് കാല് വെക്കണം, തിരിച്ചു വരുമ്പോ ഇടത് കാല് വെക്കണം. ഹജ്ജിന് പോവാണെങ്കിൽ വരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാല് വെക്കണം. മനസ്സിലായോ?
പള്ളിക്കും വീടിനൊക്കെ ഇസ്ലാം തുല്യമായ സ്ഥാനം നൽകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽ അള്ളാഹു എണ്ണിയത് ഒന്ന് പെണ്ണാണ്. പെണ്ണ് സൗജത്തുൻ സാലിഹ, ഭർത്താവിനെ ദീനിയായ വിഷയത്തിൽ സഹായിക്കുന്ന പെണ്ണ് വലിയൊരു ഭാഗ്യാണെന്നാണ്. ലോകത്തിലെ അമൂല്യമായ മുത്താണ് അവൾ. അവൾ വലിയൊരു മുത്താണ്. പെണ്ണുങ്ങളെ മുത്തേന്നൊക്കെ വിളിക്കൂലേ ഭാര്യയെ. നിങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് വരും, സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒക്കെ ബക്കറ്റ് വരും. ആ ബക്കറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ നിങ്ങൾ ഇട്ടിട്ട് സഹകരിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള സംഖ്യ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കേസാണ് ഈ ബക്കറ്റിൽ 10-20 ഒക്കെ ഇടുന്നത്. കാരണം ബക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രം കാണുന്ന ഒരു സ്വതക്കയാണ്. നിങ്ങളും നിങ്ങളുടെ റബ്ബ് മാത്രം കാണുന്ന സ്വതക്കയാണ് ബക്കറ്റ്. അപ്പൊ ആ ബക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കുറക്കാൻ പാടില്ല. റബ്ബ് മാത്രം കാണുന്ന വളരെ സ്വീകാര്യമായ സ്വതക്കയല്ലത്, സ്വീകാര്യമായ സ്വതക്കയല്ലേ. അതുകൊണ്ട് എന്ത്, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ കയ്യിൽ നിന്ന് ഇടുക. പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, വീടും പള്ളിയൊക്കെ ഇസ്ലാം ഒരുപോലെ നല്ല മഹത്വം നൽകിയ സ്ഥലങ്ങളാണ്. ഏറ്റവും വലിയ മുത്ത് പെണ്ണുങ്ങളെ മുത്തേ സത്തേ എന്നൊക്കെ വിളിക്കണം വേണം. അങ്ങനെ ആദ്യം മാത്രം വിളിച്ചാൽ പോരാ, മരണം വരെ വിളിക്കണം. കല്യാണം കഴിഞ്ഞ മുത്ത സത്യകാരലെന്നൊക്കെ വിളിക്കും. മൊബൈലൊക്കെ പഠിച്ചോനെ ഓരോരുത്തർ മൊബൈലൊക്കെ ഭാര്യന്റെ പേരൊക്കെ സേവ് ചെയ്തെന്ന് പഠിച്ചോ കണ്ടാ ഞെട്ടിപ്പോവും. ഓ മൈ ലവ്, മൈ ജാൻ, സ്വീറ്റി. ഈ സ്നേഹം ഈ പ്രേമൊന്നും വീട്ടിലെത്തിയാണ്ടാവില്ല. മൊബൈലിൽ ആൾക്കാർ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടൊക്കെ നടക്കുമ്പോഴേക്ക് പഠിച്ചു എന്തൊരു സ്നേഹം ഓരോ രണ്ടാളും തമ്മിൽ. വീട്ടിലെത്തിയാ കിരിയും മറ്റേ പാമ്പും പോലെ ഉണ്ടാവില്ല. അപ്പൊ മൊബൈൽ ഏരിയക്കലൊന്നും അല്ല മൊബൈലുകളെ പ്രൊഫൈൽ പോക്കറ്റ് വെക്കലോ അല്ലേ സ്നേഹം എന്ന് പറഞ്ഞാല്. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ മരണം വരെ ഉണ്ടാവണം. ഈ മുത്തേ സത്തേക്ക മരണം വരെ ഉണ്ടാവണം. തുടക്കകാലത്തിന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ മുത്തേതെന്ന് വെച്ചാൽ പെണ്ണ് തന്നെയാണ്. ആരാന്റെ പെണ്ണല്ല, നമ്മുടെ പെണ്ണ്. നമ്മുടെ ദീനീ ബോധമുള്ള, നിങ്ങളെ ദീനിയായ വിഷയത്തിൽ സഹായിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ മുത്താണ്, അവൾ മരതകമാണ്, അവൾ അമൂല്യമായ രത്നങ്ങളാണ്. അതിൽ യാതൊരു ഡൗട്ടില്ല. ഏറ്റവും വലിയ സമ്പാദ്യം, നിങ്ങളുടെ സമ്പാദ്യത്തിൽ വീട്ടിന്റെ മുമ്പിൽ ഓടിയുണ്ട്, ബെൻസ് ഉണ്ട്, പോർച്ച് ഉണ്ട്, ഇനി റോൾസ് റോയ്സ് വരെ ഉണ്ടെന്ന് വിചാരിച്ചോ. അതൊക്കെ ഒന്നുമല്ല നിങ്ങളുടെ ഈ പെണ്ണിന് മുമ്പ്. നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യ പെണ്ണാണ്, ദീനുള്ള പെണ്ണാണ്. പിന്നെ സൗഭാഗ്യം നിങ്ങളുടെ വീടാണ്, വിശാലമായ വീട്. അതൊരു ഭാഗ്യമാണ്. വീടിന് അല്ലാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. വീടും വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഇടത് കാല് വെച്ച്, പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ടത് ഇടത് കാല് വെച്ച്, വീട്ടിൽ കയറേണ്ടത് വലത് കാല് വെച്ച്, പള്ളിയിൽ കയറേണ്ടത് വലത് കാല് വെച്ച്. ഒരു മനുഷ്യൻ രാവിലെ എണീക്കുന്നു, ദിക്ർ ചൊല്ലിയിട്ട് എണീക്കുന്നു. ബാത്റൂമിൽ പോകേണ്ടത് ഇടത് കാല് വെച്ചിട്ടാണ്. ഇടത് കാല് വെച്ച് പോകുമ്പോൾ ഒരു ദിക്റുണ്ട് അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. പിശാചിൽ നിന്ന് നീ കാക്കണേ എന്നാണ് ആ ദിക്റിന്റെ അർത്ഥം. അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നിഫാഖിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് കാക്കണേ. അല്ലാഹ് എന്റെ ഗുഹ്യാവയവങ്ങൾ ഹലാലിൽ മാത്രം ഉപയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് മനോഹരിച്ചു തിരിച്ചു വരുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലണം. കയറുമ്പോ ദിക്റുണ്ട്, തിരിച്ചു വരുമ്പോഴും ദിക്റുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ഇരുന്നാൽ ദിക്റുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദിക്റുണ്ട്, അൽഹംദുലില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. എന്താണ് ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിലേക്ക് കയറുമ്പോഴും ദിക്റുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വണ്ടിയിൽ കയറുമ്പോൾ ദിക്റുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഇറങ്ങി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. എവിടെ ദിക്റില്ലാത്ത? കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ദിക്റുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ദിക്റുണ്ട്. കണ്ണാടി നോക്കുമ്പോൾ ദിക്റുണ്ട്. എവിടെയാ ദിക്റില്ലാത്ത? എവിടെയാ ദിക്റില്ലാത്ത? എല്ലാ മേഖലകളിലും ദിക്ർ തന്നെയാണ്. എന്നിട്ട് രാത്രി ഉറങ്ങാനായി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരുപാട് ദിക്റുകൾ. മുൽക്കുണ്ട്, സൂറത്തുൽ മുൽക്കുണ്ട്, സൂറത്തുൽ വാഖിഅയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഹദ്ദാദുണ്ട്. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ ബാത്റൂമിൽ ചെന്ന് വുദൂ ചെയ്യണം, പല്ല് തേക്കണം. തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ബിസ്മികല്ലാഹുമ്മ അമൂതു വ അഹ്യാ ബിസ്മിക റബ്ബി وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها كما تحفظ به عبادك الصالحين.
اللهم أسلمت نفسي إليك ووجهت وجهي إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجأ منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت ذكر ഇങ്ങനെ ചൊല്ലിട്ട് നിങ്ങൾ ഉറങ്ങി. ആ ഉറക്കിൽ നിങ്ങൾ അങ്ങോട്ട് മരണപ്പെട്ടു പോയി. നിങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് പോവാ. ഈ ഉറക്കിൽ ഇതൊക്കെ ചൊല്ലിട്ട് നിങ്ങൾ ഉറങ്ങി. ഉറക്കിൽ അങ്ങോട്ട് മരിച്ചുപോയി. ഉറക്കിൽ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഉറക്കും മരണവും ഒന്ന് സെയിമാണ്. ഉറക്കെന്താണോ മരണം എന്താണോ അത് തന്നെയാണ് ഉറക്കം. മരണത്തിൽ എന്ത് പ്രോസസ്സാണോ നടക്കുന്നത് അതേ പ്രോസസ് തന്നെയാണ് ഉറക്കിൽ നടക്കുന്നത്. മരണത്തിലുള്ള പ്രോസസ് എന്താണ്? റൂഹിനെ മലക്കുകൾ കൊണ്ടുപോകുന്നു, അള്ളാഹുവിന്റെ അടുത്തുകൊണ്ട് വെക്കുന്നു. ഉറക്കിലും അതുപോലെ നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്നു, അള്ളാഹു പിടിച്ചു വെക്കുന്നു. രാവിലെ എണീക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ആ ആത്മാവിനെ തിരിച്ചയക്കുന്നു. നിങ്ങളിങ്ങനെ കണ്ണും തിമ്മി ഇങ്ങനെ കണ്ണും ചുരുട്ടി ഇങ്ങനെ എണീക്കുന്നു. അള്ളാഹു എണീക്കരുതെന്ന് വിചാരിച്ചാൽ ആ ആത്മാവിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. മരണം ഉറക്ക് സെയിമാണ്. ഒരു വേദനയില്ലാതെ ഉറക്കിൽ മരണപ്പെടുന്നവർ ഒരു വേദന ഇല്ലാതെ മരണപ്പെടും. കാരണം അവരുറങ്ങിയതാണ്, തിരിച്ചു റൂഹിനെ അയച്ചിട്ടില്ല. രാവിലെ വന്നിട്ട് ഉമ്മ എന്ന് പറഞ്ഞ് മക്കൾ വിളിക്കും. എന്തുമ്മ? ഉമ്മ ഇന്നലെ ഉറങ്ങിയതാണ്. ഉമ്മക്ക് പോലും അറിയാതെ ഉമ്മ മരിക്കും, ഉപ്പയ്ക്ക് പോലും അറിയാതെ ഉപ്പ മരിക്കും. ഉറക്കൽ എങ്ങോട്ടും വരും. അതാണ് ആ ദിക്റിന്റെ അർത്ഥം. നിന്റെ നാമം കൊണ്ട് ഞാൻ കിടന്നുറങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ എണീക്കുകയാണെങ്കിൽ നിന്റെ നാമം കൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, എന്റെ ആത്മാവ് നീ കൊണ്ടുപോവുകയാണല്ലോ, അതവിടെ പിടിച്ചു വെക്കുകയാണ്. അഥവാ എന്നെ നീ മരിപ്പിക്കുകയാണെങ്കിൽ ഫർഹംഹാ, എന്റെ ആത്മാവിനോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചാൽ നീ എന്നെ ദയവ് ചെയ്ത് ശിക്ഷിക്കരുതേ, എനിക്ക് കാരുണ്യം ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ. മരിപ്പിക്കാതെ നീ എന്നെ തിരിച്ചയക്കുകയാണ് എന്റെ ആത്മാവിനെ എങ്കിൽ ഫഹ്ഫൽഹാ കമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളിൽ അല്ലാഹുവേ എന്നെ ഉൾപ്പെടുത്തണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ഇപ്പൊ രാവിലെ എണീക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ പഠിച്ചോനെ. ഞാൻ എണിച്ച എന്നെ നീ തമ്മാടികളുടെ കൂടെ കൂട്ടത്തിൽ പെടുത്തല്ലേ റബ്ബേ. രാവിലെ തന്നെ എണിച്ച് ചങ്ങായിമാർ വിളിക്കാം, നമുക്ക് അങ്ങോട്ട് പോവല്ലേ, സിനിമ കാണാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോ പഠിച്ചോനെ എന്നെ പെടുത്തല്ലേ പഠിച്ചോനെ, അയാൾക്ക് എന്നെ വിളിക്കാൻ തോന്നിപ്പിക്കല്ലേ റബ്ബേ, കഞ്ചാവടിക്കാൻ എന്നെ കൊണ്ടുപോകല്ലേ പഠിച്ചോനെ, ഒന്ന് നന്നാക്ക് റബ്ബേ. സ്വാലിഹീങ്ങൾക്കൊക്കെ നല്ല നല്ല ബന്ധങ്ങളിൽ ഉണ്ടാവും, എന്നെ അതുപോലെ കാത്തിരു റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത്. എവിടെ ദിക്റില്ലാത്ത പറ? എവിടെ ദിക്റില്ലാത്ത? കല്യാണം കഴിഞ്ഞു ദിക്റ്, കുട്ടി ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ചു ദിക്റ്, കുട്ടി ഉണ്ടായി ദിക്റ്, കുട്ടി മരിച്ചു ദിക്റ്, കുട്ടി രാവിലെ എണീക്കുമ്പോ ദിക്റ്, കുട്ടി ഉറങ്ങുമ്പോഴും ദിക്റ്. ഇതൊന്നും നിങ്ങൾക്കില്ലേ? ഈ പറഞ്ഞ ദിക്റൊന്നും നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കൊന്നും ഇല്ലേ? മക്കൾ നന്നാവൂല, നിങ്ങൾക്കും നന്നാവൂല. ഈ ദിക്ർ, ഇതൊക്കെ ദിക്ർ എന്തിനാ തന്നതെന്ന് ചോദിച്ചാല് അല്ലാഹു പറഞ്ഞു, ആരാണോ എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഈ ദിക്റുകളൊന്നും ജീവിതത്തിൽ ഇല്ലാതെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ ജീവിക്കുകയാണെങ്കിൽ വളരെ ഭാരമേറിയ കുടുസായ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിൽ സുഖം എന്തെന്നറിയാത്ത ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. അത് മാത്രമല്ല, നാളെ മഹ്ശറയിലെത്തിയാൽ അതിനേക്കാളും വലിയ പ്രയാസങ്ങളാണ് നിങ്ങൾ നേരിടാനുള്ളത്. കണ്ണുപൊട്ടന്മാരായിട്ടാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ അല്ലാഹു തആല നിങ്ങളോട് ചോദിക്കുന്നത്, ആ കണ്ണുപൊട്ടന്മാരായ ആളുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ ലിമ ഹശർതനി അഅമാ, എന്തിനാണ് എന്നെ കണ്ണുപൊട്ടനായി പുനർജനിപ്പിച്ചത്? ഭൂമിയിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ. അപ്പോൾ അല്ലാഹു പറയുന്ന മറുപടി, നീ എന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ അത് കാണാത്തതുപോലെ നടിച്ചിട്ടില്ലയോ? വഅല് പറഞ്ഞപ്പോ കേൾക്കാത്തതുപോലെ നടിച്ചിട്ടില്ലയോ? അപ്പൊ ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ എന്നെ അന്ന് മറന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ മറക്കുകയാണെന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരാൾ ദിക്റിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണെങ്കിലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് الذين آمنوا وتطمئن قلوبهم بذكر الله. ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹു
അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമാണ്. അലാ നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദിക്ർ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ തൂബാ ലഹും വഹുസ്നു മആബ്. അവർക്ക് അഭിവാദ്യങ്ങൾ, അവർക്ക് സ്വാഗതം, അവർക്ക് പേടിക്കാനില്ല. തൂബാ ലഹും വഹുസ്നു മആബ്. ഇനി ഒരു മനുഷ്യന്റെ രാവിലെ ഇങ്ങനെ ആവണം. ഞാനൊരു ദിവസം ഒരു മനുഷ്യന് എങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വേണമെന്ന് ചുരുക്കി പറഞ്ഞ് ഞാൻ നിർത്താം. സമയം മൈക്ക് നല്ല ഉഷാറാണ്. ഇയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് മൈക്കിന്റെ സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ല, എന്താ മൈക്ക് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു ഓപ്പറേറ്ററോട് പറഞ്ഞു, ഞാൻ എന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഓപ്പറേറ്റർ പറഞ്ഞു, അടുത്ത എവിടെങ്കിലും പോയാൽ ഞാൻ എന്താ സംഘാടക മൈക്ക് ഓപ്പറേറ്ററോട് പറയണമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു 3 സ്റ്റെപ്പ് ഡിലേ കൊടുക്കാൻ പറയും, സൗണ്ട് ഒന്ന് ഷാർപ്പ് ചെയ്യാൻ പറയും, എങ്കിലും ഓക്കെ. ഇപ്പൊ പറഞ്ഞ തെറ്റുണ്ടോ? ഇല്ലല്ലോ, അങ്ങനല്ലേ. എനിക്ക് സത്യത്തിൽ ഡിലേ അറിയില്ല, എനിക്ക് സത്യത്തിൽ ഷാർപ്പ് അറിയില്ല. അയാൾ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ഓപ്പറേറ്ററെ അടുത്ത് വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു, നിങ്ങളോട് അങ്ങനെയല്ല ആദ്യം പറഞ്ഞു, അടുത്ത് വിളിച്ചിട്ട് മൂപ്പരോട് പറഞ്ഞു. മൂപ്പർക്ക് അത് തിരിയുന്നത് കൊണ്ട് മൂപ്പര് പോയ ഉടനെ മാറ്റം ഉണ്ടായി മൈക്കില്, അല്ലേ? ആദ്യം ഉണ്ടായ മൈക്കല്ല, മൂപ്പര് ചെയ്തപ്പോ മൈക്കില് മാറ്റം ഉണ്ടായി, കേൾക്കാനും സുഖമായി, പറയാനും സുഖമായി. ഇത് ഞാൻ എല്ലാ ഓപ്പറേറ്ററോടും പോയിട്ട് പറയും. ആദ്യം ആൾ ഒരിക്കൽ വിളിക്കും, 2 തവണ വിളിച്ചാൽ 3 തവണ വിളിക്കും. എന്നിട്ടും ഒരു ചുക്കും അറിയാത്ത ഓപ്പറേറ്റർമാരുണ്ടാവും, ഒരു ചുക്കും അറിയാത്ത ഓപ്പറേറ്റർമാര്. അവരോട് ചിലപ്പോൾ നമ്മൾ ഈ വലിയ സദസ്സുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും ചില സദസ്സുകളിൽ. അപ്പൊ അവിടെയൊക്കെ പോയാൽ നമുക്ക് നല്ല പ്രസംഗിക്കാൻ ഒരു ആവേശമുണ്ട്. ആളുകൾ ഉണ്ടാകുമ്പോൾ മൈക്ക് ശരിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായി പോകും. നമ്മൾ നല്ല ഒരുങ്ങിപ്പോയ പ്രഭാഷണങ്ങളിലൊക്കെ മൈക്ക് മോശമായാലും ആകെ നിരാശനാവും, ടെൻഷനാവും. അപ്പൊ നമ്മൾ ചൂടാവും. ഓപ്പറേറ്റർ സ്വാഭാവികം 2-3 വട്ടമൊക്കെ പറഞ്ഞിട്ട് ശരിയാക്കിയില്ലെങ്കിൽ, നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആളോട് വിളിച്ചു ചോദിക്കും എന്നെല്ലാം പറയും. അറിയുന്ന ആളൊന്ന് വിളിച്ചു ചോദിച്ചു, വളരെ സ്നേഹത്തോടെ തന്നെ പറഞ്ഞു, അറിയുന്ന ആളോട് ചോദിച്ചിട്ടൊന്ന് ശരിയാക്കി തന്നേന്നാ പറഞ്ഞു. അത് ചിലപ്പോൾ ഓപ്പറേറ്റർമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതേപോലെ ഇയാളോട് പറഞ്ഞ പോലെ എല്ലാവരോടും ഞാൻ പറയാം. അപ്പൊ അറിയുന്ന ആളെ ചെയ്യും, അറിയാത്ത ആളുകൾ ഇങ്ങനെ തിരിക്കും. ഇന്നിപ്പോ ഞാൻ ഒരു പരിപാടി, മാണിവസ്ഥാന്റെ പരിപാടി എന്നൊക്കെ വിളിച്ച ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ട് വന്നു. അവിടെ പോയപ്പോ പടച്ചോനെ മൈക്കിന്റെ കഥ, ഞാൻ ആ 10-20 മിനിറ്റ് സംസാരിച്ചത് എനിക്കും തിരിയുന്നില്ല, അവിടുത്തെ ആളുകൾക്ക് ആർക്കും തിരിയുന്നില്ല. ഓപ്പറേറ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, നിങ്ങൾക്ക് അറിയോ? ആ ചങ്ങായിക്ക് ഒന്നും അറിയില്ല. അവസാനം ഞാൻ പറഞ്ഞു, നീ മോണിറ്റർ ഓഫ് ചെയ്. ഞാൻ ആ സൗണ്ട് കേട്ടിട്ട് ഞാൻ പ്രസംഗിച്ചോളൂ. ഇത് വേണ്ട, ഓഫ് ചെയ്തിട്ട് എന്റെ കൂടെയുള്ള എനിക്ക് മെസ്സേജ് അയച്ചു, പുറത്തൊന്നും തിരിയുന്നില്ല, നിങ്ങൾ പ്രസംഗിക്കണ്ട. എന്റെ കൂടെയുള്ള എനിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, സംഘാടകരോട് പറഞ്ഞു, ഈ മൈക്കിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, എനിക്ക് കുറ്റം പറഞ്ഞിട്ട് കാലം എനിക്ക് കഴിയില്ല പ്രസംഗിക്കാൻ, നിങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് ചെയ്തോളി. അപ്പൊ അയാൾ എന്താ ചെയ്യുന്ന വെച്ചാൽ വേറൊരു ഓപ്പറേറ്ററെ കൊണ്ടുവന്നിട്ട് മാറ്റിച്ചു. സംഭവം എന്താണ് അവിടെ നടന്നതെന്ന് വെച്ചാല്, സ്ഥിരമായിട്ട് ആ ഓപ്പറേറ്ററാണ് മൈക്കവും സെറ്റെല്ലാം കൊണ്ടുവരുന്ന അയാളാണ്. ഇപ്പുറത്ത് കുറച്ച് പൈസ ലാഭം ഉണ്ടെന്ന് തോന്നിയപ്പോ അയാളെ ഒഴിവാക്കിയിട്ട് ഇയാളെ കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ചു, ഒരു കല്യാണം നടത്താൻ, ആ കല്യാണം നടത്തുന്ന സമയത്ത് നല്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് പന്തലും മിനിച്ചറും ഡെക്കറേഷനും ഒക്കെ ആയി, പച്ചയും ചോന്നയും പരവതാനൊക്കെ വിരിച്ചിട്ട് ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവസാനം വന്ന ആളുകൾ അങ്ങോട്ട് കണ്ണൂരിന്നും കോഴിക്കോടുന്നൊക്കെ വന്നിട്ട് ആൾക്ക് സാമ്പാറും ചോറ് കൊടുത്തു വിട്ട് എങ്ങനെ ഉണ്ടാവും? വന്ന ആൾക്ക് മട്ടൻ ബിരിയാണി ഇല്ല, ചിക്കൻ ബിരിയാണി ഇല്ല, ചിക്കൻ പൊരിച്ചില്ല, ഒന്നുമില്ല, ഒരു സാമ്പാറും ചോറ് കൊടുത്തു എങ്ങനെ ഉണ്ടാവും? പന്തലൊക്കെ ഉഷാറാ, വാലും സദസ്സും സജ്ജീകരണങ്ങളും ഉഷാറാ, മെയിന് വേണ്ട മൈക്കില്ല. അവിടെ മാത്രം സംഘാടകർ കഞ്ചൂസാക്കി, പിഷ്കാക്കി. സംഘാടകർ ഓപ്പറേറ്റർമാരുടെ സത്യത്തിൽ പറയാൻ പാടില്ല. സംഘാടകർ നല്ല പൈസ കൊടുത്ത് നല്ല ബോക്സ് കൊണ്ടുവന്നിട്ട് ഓപ്പറേറ്റർമാർ ക്യാഷും വാങ്ങിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അവരെ പറയണം. നല്ല സംഘാടകർ നല്ല ചെലവഴിച്ചു, നല്ല സൗണ്ട് സിസ്റ്റം, 30,000 വാട്ട്സ് സ്റ്റേജിൽ, നല്ല വാട്ട്സ് 5,000-6,000 വാട്ട്സ് സ്റ്റേജിലും വെച്ചു, നല്ല മൈക്ക് കൊണ്ടുവന്നു, ക്യാഷൊക്കെ ഒരു എണ്ണിട്ട് വാങ്ങിക്കാണ്. എന്നിട്ടൊരു ഓപ്പറേറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആരാ പറയേണ്ടത്? സംഘാടകരെയാണോ ഓപ്പറേറ്റർമാരാണോ? ആരാ പറയേണ്ടത്? ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ഞാൻ എവിടെ പോയിട്ട് മൈക്കിന് കുറ്റം പറയുന്ന ആളൊന്നുമില്ല. എനിക്ക് മൈക്ക് നല്ല ഇഷ്ടപ്പെട്ട, നല്ല 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വേദ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ ഞാൻ രാവിലെ വേറെ വേദ പറഞ്ഞാൽ എനിക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഞാൻ നല്ല മൈക്ക് നല്ല വേദ പറയാറുണ്ട്. പക്ഷെ മൈക്കിനെ ഓപ്പറേറ്റർമാർക്ക് അറിഞ്ഞില്ലെങ്കിൽ വിഷമം ഉണ്ടാവാറുണ്ട്, കുറ്റം പറയാറുണ്ട്. അതിനെ മാത്രം വീഡിയോ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് പുറത്ത് അയച്ചിട്ട് എന്തും കാര്യമില്ല. ഓപ്പറേറ്റർമാരോട് പ്രത്യേകം പറയുന്നത്, ഓൺലൈനാണ്, എല്ലാവരും കേൾക്കുമല്ലോ. എന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്റർമാർ. ആ ക്ലിപ്പ് ഇട്ടിട്ടേ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ ഷാർപ്പ് എന്തെന്നറിയോ, നിങ്ങൾക്ക് മറ്റേ ഡിലേ എന്തെന്നറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, സത്യത്തിൽ ഒന്നും അറിയില്ല, എനിക്ക് ഇങ്ങനെ ചെയ്തെന്നാ ഒരുപാട് ആളുകൾ അറിയുന്ന ആൾ ചെയ്ത് തരുമ്പോൾ തൃപ്തിയാവുന്നുണ്ട്, അറിയാത്ത ആളെ ഞാൻ പറയാറുണ്ട്. സംഭവം അതാണ്. ഇനി ഏത് സംഘാടകരാണെങ്കിൽ നല്ല മൈക്ക് വെക്കാൻ, നല്ല ഓപ്പറേറ്റർമാരെ വിളിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യമൊക്കെ അള്ളാഹു നൽകട്ടെ. അപ്പൊ ഇതാണ് ഈ വിഷയം. മൈക്ക് ഉഷാറായില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിരാശ ഉണ്ടാവും. ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു കാഞ്ഞങ്ങാട് ഭാഗത്തൊരു പരിപാടിക്ക് എത്രയോ ഒരു വർഷം മുമ്പ് എന്നെ വിളിച്ച് ബുക്ക് ചെയ്തൊരു പരിപാടിയാണ്. ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്ത പരിപാടിയാണ്. കാരണം അതിനു മുമ്പ് ഒരു പരിപാടിക്ക് ഞാൻ അവിടെ പോയവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവർ, അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഇനി ഒരു വലിയൊരു പരിപാടി വെക്കുന്നുണ്ടെന്നൊക്കെ പറയും. 30 ലക്ഷമൊക്കെ സദസ്സിന് ചെലവഴിച്ചൊരു പരിപാടിയാണ്. 30 ലക്ഷം സദസ്സിന് ചെലവഴിച്ച പരിപാടി. സ്റ്റേജിൽ കയറി നോക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല. സൗണ്ട് ആണെങ്കിൽ മോണിറ്റർ ഒന്നും തിരിയുന്നില്ല. എനിക്ക് എന്താ പ്രസംഗം എനിക്ക് തിരിയുന്നില്ല. അപ്പൊ ഞാൻ അവരോട് രഹസ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ശരിയാവുന്നില്ല. കാരണം ഞാൻ ഒരുങ്ങിയിട്ട് പ്രിപ്പയർ ആയി പോയൊരു പരിപാടിയാണ്. ഒന്നും എനിക്ക് തൃപ്തിയാവുന്നില്ല. ആ സമയത്ത് ഞാൻ സംഘാടകരോട് ഞാനല്ലാതെ വേറൊരു മനുഷ്യൻ ഇങ്ങനെ പറയില്ല, ഞാനല്ലാതെ വേറൊരു പ്രഭാഷകർ ഇങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ഫ്രീ ആണ്, ഞാൻ വന്നിട്ട് നാളെ പ്രസംഗിക്കാം. മനസ്സിലായോ? നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു പ്രഭാഷകനെ പറയുന്നു നോക്കോ, നാളെ എനിക്ക് ഫ്രീ ആണ്, ഞാൻ നാളെ വന്നിട്ട് പ്രസംഗിക്കാം. കാരണം നാളെ അവിടെ വലിയ പ്രഭാഷകനൊന്നുമില്ല, നാളെ അവിടെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകനൊന്നും അവിടെ ഇല്ല. അവിടെ ഇങ്ങനെ ഖുർആൻ മത്സരമാണ് നടക്കുന്നുള്ളത്. അതുകൊണ്ട് നാളെ രാത്രി ഞാൻ വന്നിട്ട് പ്രസംഗിക്കുക, നിങ്ങൾ നാളേക്ക് മൈക്കെല്ലാം ശരിയാക്കി വെക്ക്. സംഘാടകനോട് രഹസ്യമായിട്ട് ചോദിച്ചു. ആ സംഘാടകനോട് പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞു നോക്കട്ടെ, നിങ്ങൾ ഓഡിയൻസിനോട് ചോദിക്കുന്നതിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ മൈക്കിൽ ഇവിടെ ചോദിച്ചു, അങ്ങനെ ചെയ്താൽ മതിയോ? അന്ന് ലാസ്റ്റ് പറഞ്ഞ് പാണ്ട് തന്നെ പ്രസംഗിക്കുന്നു. അങ്ങനെ ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിച്ചു. അത് ഭയങ്കര നാട്ടുകാർക്ക് വിഷമമുണ്ടോ? സ്വാഭാവികം, നാട്ടുകാർ ഭയങ്കര വിവാദമാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗം കൂടി ചിന്തിക്കണം. ഞാൻ നാളെ പ്രസംഗിക്കുക ഒരു പ്രഭാഷകനും പറയില്ല, അവര് പ്രസംഗിച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞു എന്താ എനിക്ക് പൈസ ഞാൻ വാങ്ങൂല, ഞങ്ങൾക്ക് പ്രസംഗിച്ചിട്ട് തൃപ്തിയായില്ലെങ്കിൽ പൈസ വാങ്ങാനേ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഏണിയാടി വന്നിട്ടുണ്ട് കുറച്ചു മുമ്പ്. രാത്രി 11 മണിക്ക് മൈക്ക് തരാന്ന് പറഞ്ഞിട്ട് ഉപ്പളയിൽ ഒരു പരിപാടി 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് 140 സ്പീഡിലെല്ലാം വന്നിട്ട് കൃത്യം 11 മണിക്ക് അവിടെ എത്തിയിട്ട് എനിക്ക് മൈക്ക് തന്നത് രാത്രി 3 മണിക്കാണ്. എനിക്ക് മൈക്ക് തന്നു. ഞാൻ അവിടെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ഒരുപാട് നേരം കാത്തിരുന്നു മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അന്ന് സ്റ്റേജിൽ പോയിട്ട് ഇതൊരു തങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. തങ്ങൾ കഴിഞ്ഞിട്ട് ഏതോ ഒരു പ്രഭാഷകൻ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരു തങ്ങളുണ്ടായി. തങ്ങൾ അങ്ങോട്ട് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ഞാൻ സ്റ്റേജിൽ 3 മണിക്ക് എനിക്ക് മൈക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഇത് ഉറങ്ങേണ്ട സമയമാണ്, ഇത് പ്രസംഗിക്കേണ്ട സമയമല്ല. എനിക്കിപ്പോൾ പ്രസംഗിച്ച എന്തും തിരിയില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ഇറങ്ങി. വണ്ടിയുടെ വാടക പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാസർഗോഡ് നിന്ന് ഏകദേശം ബന്തെടുക്ക് ഏണിയാടിക്ക് പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ മതി. ഞാൻ പ്രസംഗിക്കാൻ സ്ഥലത്ത് ഞാൻ വണ്ടി വാടക ഞാൻ വാങ്ങാറില്ല. ഇതൊക്കെയാണ് സംഭവം. ജനങ്ങൾ എന്തൊക്കെയോ പ്രചരിപ്പിക്കും. അതൊക്കെ അതേപോലെ ഒരു ദിവസം ഹർത്താലുണ്ടായി. അന്ന് ഞാൻ മലപ്പുറം ജില്ലയിലേക്ക് പോവാണ് കാർ എടുത്തിട്ട്. പകുതിയാകുമ്പോൾ കാഞ്ഞങ്ങാടെത്തുമ്പോൾ എന്റെ വണ്ടി റിസർവായി, എണ്ണ റിസർവായി, ഓയിൽ എവിടെ നോക്കിയാലും പമ്പില്ല. അങ്ങനെ ഉരുട്ടി കണ്ണൂരെത്തിയപ്പോ അവിടെ മാഹിയിലുള്ള ഒരാൾക്ക് വിളിച്ചു, മാഹി പമ്പ് തുറന്നിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. മാഹി പമ്പ് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാറ് വെച്ചിട്ട് അവിടുന്ന് ഞാൻ തന്നെ AC ടിക്കറ്റ് എടുത്തിട്ട്, ഞാനിവിടെ ഡ്രൈവറുണ്ട്, 2 പേര് AC ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് പ്രസംഗിച്ചു. എനിക്ക് അവർ 10,000 രൂപ തന്നു. എനിക്ക് വണ്ടിക്ക് ചിലവ് ഏകദേശം 1000 രൂപ, 1000 മുകളിൽ എന്തുണ്ട് ട്രെയിനിന്റെ ചിലവുണ്ട്. എന്റെ വണ്ടി അന്ന് രാത്രി ഡ്രൈവർ തിരിച്ചു വന്നിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് മലപ്പുറത്തേക്ക് വന്നു. വണ്ടി വാടക ഞാൻ വാങ്ങിച്ചിട്ടില്ല. 2,500-6,000 രൂപ ചിലവ് തന്നെ ഉണ്ട്. എന്നിട്ട് ആ സംഘാടകർ എന്റെ കുറ്റം പറഞ്ഞ എന്താ പറയുക, ഞാൻ പോയിട്ട് അവിടെ പിരിച്ചിട്ടില്ല. മനസ്സിലായോ? ഞാൻ പോയിട്ട് പിരിച്ചിട്ടില്ല. പിരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു പിരിക്കണം. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാണ്. പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റിനോട് മുസ്കാർ കുപ്പായം പിരിക്കാൻ വേണ്ടിയിട്ടാണ് 1000 രൂപ. ഞാൻ പറഞ്ഞു പ്രസിഡന്റ് നിങ്ങൾ ആദ്യം ഒരു മുസല്ല വാങ്ങിയിട്ട് പ്രസിഡന്റിന് 1000 രൂപ കൊന്നു കൊടുത്തു. പിന്നെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചു. സെക്രട്ടറിക്ക് ഒന്ന് കൊടുത്തു 1000 രൂപയ്ക്ക്. ട്രഷറർ ആരാന്ന് ചോദിച്ചു. ട്രഷറിന് 1000 രൂപ കൊടുത്തു. അങ്ങനെ സദസ്സിലുള്ള കൊടുത്തു. അവസാനം ഞാനൊന്ന് വാങ്ങിച്ചു 1000 രൂപയ്ക്ക്. അപ്പോ ഞാൻ 1000 രൂപയ്ക്ക് ഞാനൊരു നിസ്കാര കുപ്പായം വാങ്ങിച്ചു. എന്റെ ഡ്രൈവർ കൂടെ വന്ന് അയാൾ ഒരു 1000 രൂപ വെച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരെന്താ പറഞ്ഞത്, നമുക്കെതിരെ ആരോപണമാണ്. അപ്പൊ നമ്മുടെ സയ്യിദ് അവർകൾ മന്ത്രിച്ച അല്ലെ മജ്ലിസുന്നൂറിൽ വെച്ച് മന്ത്രിച്ചും അതിവിടെ ഉണ്ടായിരുന്ന ഒരു തേന് നിങ്ങളുടെ സമീപത്തേക്ക് വരും. പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ആണുങ്ങളുടെ അടുത്തേക്കൊക്കെ വരും. ഇൻഷാ അല്ലാഹ് ഒരു 200 രൂപ വെച്ചിട്ട്, 200 ചെറിയ സംഖ്യയാണ്, 200 രൂപ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും അത് വാങ്ങണമെന്ന് വളരെ സ്നേഹത്തോടെ പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആളുകൾ പലതും പറയും. ആളുകൾ പറയുന്നൊന്നും കേട്ടൊരു കാര്യമില്ല. ആളുകൾ പലതും പറയുന്നു പറയാൻ കാരണം എത്രയോ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ആളുകൾ അന്തം കുന്തും ഇല്ലാത്തൊരു വിഷയങ്ങളാണ് പലതും പറയുന്നത്. ഒരു വിവരം ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതൊന്നും വിശ്വസിക്കുകയും ചെയ്യാം നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് പറഞ്ഞ
മൈക്കൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്, നല്ല മൈക്കാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തേന് സ്ത്രീകളുടെ ഭാഗത്തും അതുപോലെ പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ തേന് വരും. അപ്പൊ എല്ലാവരും അത് വാങ്ങുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു 11 ഫാത്തിഹ ഓതിട്ട് ഊതിക്കോളൂതിൽ. 11 ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിനൊക്കെ ശിഫയാണ്. നിങ്ങൾ തന്നെ ആത്മാർത്ഥമായി വുളൂഅൊക്കെ ചെയ്തിട്ട് നല്ല ഇഖ്ലാസോട് കൂടി ഒരു 11 ഫാത്തിഹ ഓതി അതിലേക്ക് മന്ത്രിച്ചൂത, എന്നിട്ട് ശിഫ കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി കുടിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ അസുഖങ്ങൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. അപ്പോൾ നമ്മൾ അമൽ ചെയ്യുന്നതിനനുസരിച്ച് അല്ലാഹു തആല നമ്മൾക്ക് മഹത്വങ്ങളും സന്തോഷവും നൽകും. രാവിലെ എണീച്ച് ഈ ദിക്ർ ചൊല്ലി സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുക. ഒരു മനുഷ്യന്റെ രാവിലെ എങ്ങനെയാവണമെന്ന് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഓടിച്ചു വിടാം. രാവിലെ എങ്ങനെയാവണം നമ്മുടെ രാവിലെ ഒരു ദിവസം എങ്ങനെയാവണം? തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ എണീക്കണം. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി വരെ ഖുർആൻ ഓതുകയും ദുആ ചെയ്യുകയും വേണം. സുബഹി നിസ്കാരം വീട്ടിൽ വെച്ച്, സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് പുരുഷന്മാർ നിസ്കരിച്ച് ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകണം. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. അത് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാൻ പാടില്ല. സൂര്യൻ ഉദിക്കുന്നവരെ കിടന്നുറങ്ങാൻ പാടില്ല. ളുഹാ നിസ്കരിക്കുക. പിന്നെ ളുഹറും അസ്റും മഗ്രിബും ഇശാഅൊക്കെ ജമാഅത്തായി പള്ളിയിൽ പോയി സുന്നത്ത് ശേഷമുള്ളതൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിച്ച് മഗ്രിബ് കഴിഞ്ഞാൽ മുൽക്കും വാഖിഅയും യാസീനൊക്കെ ഓതി ഹദ്ദാദിൽ എല്ലാവരും പങ്കെടുത്ത് നല്ല വുളൂഅൊക്കെ ചെയ്തിട്ട് നേരത്തെ കിടന്നുറങ്ങുക. ഈ ഒരു ചിട്ട എന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. പാല് നിങ്ങൾക്ക് അറിയില്ല, ഒരു പാലുണ്ട് ഇൻഷാ അല്ലാഹ്, നല്ലൊരു സംഖ്യ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഓർത്ത് മാതാപിതാക്കളുടെ കബറിടത്തിലേക്കുള്ളൊരു ഹദിയയായി മാതാപിതാക്കളുടെ കബറിടം വെളിച്ചമാകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു 5000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? മാതാപിതാക്കളുടെ കബറിടത്തിലേക്ക്. പാലല്ല, പാല് നിങ്ങൾക്ക് ഓഫറായിട്ട് ഞാൻ തരാൻ. നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടം വെളിച്ചമാകണമെന്നുള്ള നിയ്യത്തോടെ, വിശാലമാകണമെന്നുള്ള നിയ്യത്തോടെ, സ്വർഗീയമാകണമെന്നുള്ള നിയ്യത്തോടെ, വല്ല ശിക്ഷയും അവർ അനുഭവിക്കുന്നുവെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള നിയ്യത്തോടുകൂടി ആരെങ്കിലും ഒരാളെങ്കിലും ഒരു 5000 രൂപ, എന്റെ മാതാവ്, എന്റെ വീട് മാതാവ് തന്ന, പിതാവ് തന്നതാണ്, എന്റെ സ്ഥലം പിതാവ് തന്നതാണ്, എന്നെ പോറ്റി വളർത്തിയ 10 മാസം ഗർഭം ചുമന്ന എന്റെ മാതാവ് എന്ന വിശ്വാസത്തോടുകൂടി മാതാവിന്റെ പേരിൽ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ഒരു 5000 രൂപ കൊടുക്കാൻ പറ്റൂലാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കെ. പെണ്ണുങ്ങളായാലും കുഴപ്പമില്ല, ആണുങ്ങളായാലും കുഴപ്പമില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കെ. ഉണ്ടാ മരണം മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടോ? ഉപ്പ മരണപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ കബറിടം അല്ലാഹുവേ നീ വെളിച്ചമാക്കി കൊടുക്കണേ. അല്ലാഹുവേ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഹബീബാണ് പറഞ്ഞത്, വലദുൻ സ്വാലിഹുൻ യദഊല, ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകണമെന്ന് പറഞ്ഞത് നിന്റെ ഹബീബാണ്. ഈ മകന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹുവേ, മക്കൾ ദുആ ചെയ്താൽ അല്ലാഹുവേ, മക്കൾ ദുആ ചെയ്താൽ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞത് നിന്റെ ഹബീബാണ്. അല്ലാഹുവേ, ഈ മഹത്തായ സ്വതഖ ഇന്നത്തെ രാത്രി തന്നെ ആ പിതാവിന്റെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗീയമാക്കണേ അല്ലാഹ്. വല്ല ശിക്ഷയും അനുഭവിക്കുന്നവരാണെങ്കിൽ നീ ഇന്നത്തെ രാത്രി തന്നെ ശിക്ഷയെ ഉയർത്തണേ അല്ലാഹ്. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗ്ഗം നൽകണേ റബ്ബേ. ഈ മകൻ ആത്മാർത്ഥമായി പെട്ടെന്ന് തന്നെ കൈപൊക്കിയ ഈ മകന്റെ ആ ആത്മാർത്ഥമായ സ്വതക്ക നീ സ്വീകരിക്കൂ റബ്ബേ. ഇന്നത്തെ രാത്രി തന്നെ ആ കബറിടത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നീ കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കുന്ന മക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ പിതാവിന്റെ കബറിൽ കിടന്ന് കൺകുളിർക്ക ഈ മകനെ കാണാനും സന്തോഷിക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മാതാവ് ആഫിയത്ത് നൽകണേ റബ്ബേ. സ്വതക്ക നൽകി ചികിത്സിക്കണമെന്നാണ് പറഞ്ഞത്. ഈ മഹത്തായ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ റബ്ബേ. എത്രയോ രോഗികൾക്ക് നീ അത്ഭുതകരമായ ശിഫാ നൽകിയിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, അതിലൊരാളായി ഇദ്ദേഹത്തിന്റെ മാതാവിനെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. പൂർണ്ണമായ പെട്ടെന്നുള്ള അത്ഭുതകരമായ ശിഫാ നൽകണേ റബ്ബേ. കുടുംബത്തിലും ജീവിതത്തിലും മക്കളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ സംസം വെള്ളം ഒരു 3000 രൂപ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഒരു 3000 രൂപ സ്വതക്ക ചെയ്യാൻ മാതാപിതാക്കൾ ഉപ്പ ഒരാളുണ്ട്. ആരാ മരണപ്പെട്ട്? ഉപ്പ
അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബറിടം അല്ലാഹുവേ നീ ഇന്ന് തന്നെ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. രണ്ടുപേരായി റബ്ബേ, രണ്ടുപേരും വളരെ പെട്ടെന്നാണ് അല്ലാഹുവേ കൈവക്കിയത്. വലദുൻ സാലിഹുൻ യദഊല, ദുആ ചെയ്യുന്ന മക്കൾ ഉണ്ടാകണമെന്ന് നിന്റെ ഹബീബാണ് പഠിപ്പിച്ചത്. ഇത് ഖബറിലേക്ക് എത്തുമെന്നും നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ ഈ മക്കൾ നൽകിയ സദഖ അവരുടെ മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബറിടത്തിലേക്ക് ഇന്ന് തന്നെ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഈ സദസ്സ് വിരിയുന്നതിനു മുമ്പേ ആ ഖബറിടത്തിൽ അത്ഭുതകരമായ മാറ്റം നീ കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ റബ്ബേ. ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഖബർ നീ സ്വർഗീയമാക്കണേ അല്ലാ. ശിക്ഷയുണ്ടെങ്കിൽ ശിക്ഷയെ നീ ഇന്നത്തെ രാത്രി തന്നെ ഉയർത്തണേ അല്ലാ. വീടിനെക്കാളും നല്ല വീടാക്കണേ അല്ലാ. അയൽവാസികളെക്കാളും നല്ല അയൽവാസികൾ നൽകണേ റബ്ബേ. അദാബില്ലാത്ത ഹിസാബില്ലാത്ത സ്വർഗം നൽകണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന രണ്ട് മാതാപിതാക്കൾക്കും നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ വല്ല രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശിഫാ നൽകണേ റബ്ബേ. മാറാ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ശർറായ ഖളായിൽ നിന്ന് കാക്കണേ അല്ലാ. പുഞ്ചിരിച്ച് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടാൻ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാക്കണേ റബ്ബേ. എല്ലാവിധ ശർറായ ഖളായിൽ നിന്നും കാക്കണേ റബ്ബേ. അല്ലാഹുവേ നാളെ കുടുംബസമേതം സ്വർഗീയ ലോകം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണല്ലോ റബ്ബേ നിന്റെ പൊരുത്തം. ഇവരെ നീ നിന്റെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. ഇവരുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ.